ഹായ് ഹായ്. എസിയുടെ സ്വിച്ച് ഒന്നുണ്ട്. നല്ല മഴയാ. കോഴിക്കോട് മൊത്തം മഴ. എവിടെയൊക്കെയാണ് വേറെ മഴയുള്ളതെന്നൊന്നും അറിയില്ല. ഹായ് അനില. കാ ബുക്സ് ഹായ്. സപ്പോർട്ട് ചെയ്യാലോ. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ. ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായി ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക. അതിനെ സംബന്ധിക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നതെല്ലാം. എല്ലാത്തിൻ്റെയും പ്രധാനം മൂലധനമാണ്, ക്യാപിറ്റൽ. അപ്പോ എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയധികം പണം വരുന്നത് എന്ന് എപ്പോഴും എല്ലാവരും മാധ്യമങ്ങളടക്കം ചോദിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടായിരുന്നു. നിങ്ങളിൽ എത്ര പേര് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാറിൽ കൊണ്ടുവന്ന കോടികളുടെ പണം കണ്ടിരുന്നു. സീറ്റിന്റെ അടിയിൽ, അതുപോലെ ഗിയർ ബോക്സിന്റെ താഴെയൊക്കെ ആയിട്ട് കോടിക്കണക്കിന് പണം. ഈ പണത്തിന്റെ സോഴ്സ് എന്താണ്, ആർക്കാണ് ഈ പണം പോകുന്നത്, ഒരു ഐഡിയയുമില്ല. നോക്കിക്കോ, ഞാനൊന്ന് കാണിച്ചേ. ഒക്കെ എടുത്തോ. അവിടെ സ്കൂട്ടർ ബാക്കി കുത്തും അല്ലേ? സ്കൂട്ടർ ഇട്ട് അവിടെ കുത്തും. ഫേക്ക് ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്നാണ് നമ്മൾ കറൻസി റിക്കവർ ചെയ്തത്. ഫുള്ള് ഇവിടെ നിന്ന് ഫുൾ 2 സീറ്റിന്റെ അടിയിൽ ഫേക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 കോടിയിലധികം രൂപയുടെ കുഴൽപ്പണവുമായി മുഖ്യ സൂത്രധാരനടക്കം 5 യുവാക്കൾ വയനാട് പോലീസിന്റെ പിടിയിലായി. വടകര മെൻമുണ്ട കണ്ടിയിൽ വീട്ടിൽ സൽമാൻ, വടകര അമ്പലപ്പറമ്പത്ത് വീട്ടിൽ ആസിഫ്, വടകര വില്യാപ്പള്ളി പുറത്തൂട്ടിൽ വീട്ടിൽ റസാഖ്, മെൻമുണ്ട ചെട്ടിയാം വീട്ടിൽ മുഹമ്മദ് ഫാസിൽ, താമരശ്ശേരി പുറാക്കൽ വീട്ടിൽ അപ്പു എന്ന മുഹമ്മദ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും മാനന്തവാടി പോലീസും കസ്റ്റംസും ചേർന്ന് പിടികൂടിയത്. വയനാട് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസ്മദാരി IPS ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ. 3,15,11,900 രൂപയാണ് കാറിന്റെ രഹസ്യ അറയിൽ നിന്ന് കണ്ടെത്തിയത്. ആസിഫ്, റസാഖ്, മുഹമ്മദ് ഫാസിൽ എന്നിവരെ കാറിൽ പണവുമായി ഇന്ന് പുലർച്ചെ ഇവരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യ സൂത്രധാരനായ സൽമാൻ, സുഹൃത്ത് മുഹമ്മദ് എന്നിവരെ പിന്നീടും പോലീസ് പിടികൂടി. ഇന്ന് പുലർച്ചെ ചെറ്റപ്പാലത്ത് വെച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് പണവുമായി യുവാക്കൾ വലയിലായത്. നിരോധിത മയക്കുമരുന്നുകൾ കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരും പ്രത്യേക സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ KL 18 AG 4957 ക്രെറ്റ കാർ സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു. തുടർന്ന് കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘവും പോലീസും നടത്തിയ പരിശോധനയിൽ വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിനും പാസഞ്ചർ സീറ്റിനും അടിയിലായി നിർമ്മിച്ച പ്രത്യേക അറയിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. 500-ന്റെയും 200-ന്റെയും 100-ന്റെയും നോട്ടുകെട്ടുകൾ അടുക്കി വെച്ച നിലയിലായിരുന്നു. കസ്റ്റംസും പോലീസും കസ്റ്റഡിയിലെടുത്ത 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യ സൂത്രധാരനായ സൽമാന്റെ പങ്ക് വ്യക്തമാകുന്നത്.
സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബംഗളൂരിലെ KR നഗർ എന്ന സ്ഥലത്ത് നിന്ന് 2 പേർ സ്കൂട്ടറിൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ പണം എത്തിക്കുകയും അവിടെ വെച്ച് കാറിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ പണം അടുക്കി വെച്ച് 3 യുവാക്കളും ബംഗളൂരിൽ നിന്ന് വടകരയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. സൽമാന്റെ ലൊക്കേഷൻ പരിശോധിച്ച മാനന്തവാടി പോലീസ് കോടതിയുടെ പരിസരത്ത് നിന്ന് ഇയാളെ KL 18N 5666 നമ്പർ മാരുതി സ്വിഫ്റ്റ് കാർ സഹിതം കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദിനെയും പിടികൂടി. പണവും പ്രതികളെയും കസ്റ്റംസിന് കൈമാറി. നൂൽപ്പുഴ ഇൻസ്പെക്ടർ ശശിധരൻ പിള്ള, മാനന്തവാടി ഇൻസ്പെക്ടർ SHO OP റഫി, SI രാധാകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിജോ മാത്യു, CRB ഓഫീസർ ASI അഷ്റഫ്. ഈ കോടിക്കണക്കിന് രൂപ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നതൊരു ചോദ്യമല്ലേ? ഇവരെവിടേക്കാണ് ഈ പണം കൊണ്ടുപോയത് എന്നതൊരു ചോദ്യമല്ലേ? ഇവരെ അറസ്റ്റ് ചെയ്തു, ശരി. സൽമാനെയും സൽമാന്റെ പരിവാരങ്ങളെയും ഒക്കെ പൊക്കി. ഇവരെ ഇനിയും ജാമ്യത്തിലെടുക്കാൻ വരുന്നത് സിറ്റിങ്ങിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരായിരിക്കും. ഇങ്ങനെ എത്രയോ പണം പിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഭീകരതയുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് എന്താണ് എന്ന് ഈ കുറഞ്ഞ നാളുകൾ കൊണ്ട് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രതികൾ ഡോക്ടർമാരായിരുന്നു. അപ്പോൾ ഈ യുവാക്കൾക്ക് ഈ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കാനായിരുന്നു എന്നതിലേക്ക് അന്വേഷണം എത്തുമോ? നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രത്യാശിക്കാം. ഈ ഭീകരന്മാരെ രാജ്യത്ത് തീവ്രവാദവും ഭീകരതയും കലാപവും കൊള്ളയും കൊലയും അന്യമത വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവര് കോടികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുക. ആ പണമാണ് കേരളത്തിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് മാത്രമല്ല, എത്രയോ ഈ കേരളത്തെ വിഴുങ്ങിയിരിക്കുന്ന മാരകമായിട്ടുള്ള ഭീകരതയെ സംബന്ധിച്ചും മതതീവ്രവാദികൾ ചെയ്യുന്ന രാജ്യവിരുദ്ധതയുടെ അവസാന വാക്കാണ് ഇസ്ലാമിക ഭീകരവാദം എന്നും ഇന്ന് ലോകം തെളിയിക്കുവല്ലേ, ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. എന്നിട്ടും ഞാനൊന്നും കണ്ടില്ല, ഞാനൊന്നും കേട്ടില്ല, എവിടെയാണ് ഭീകരത, എവിടെയാണ് തീവ്രവാദം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഇങ്ങനെ പിടിക്കപ്പെടുന്നതിലധികവും മലപ്പുറം യുവാക്കളാണല്ലോ. ചിലപ്പോഴൊക്കെ ബംഗ്ലാദേശികൾ പിടിക്കപ്പെടുന്നുണ്ട്. ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്തു വന്ന് വ്യാജ ഐഡികളിലൂടെ താമസം ഉറപ്പിച്ച, ജോലിയായി, കിടക്കാൻ ഇടമായി, പൗരത്വമായി, വോട്ട് ചെയ്യാനുള്ള അവകാശം വരെ ഇവർക്ക് നേടിക്കൊടുത്ത് ഇവിടെ കൊണ്ടുവരുക. എന്തിനു വേണ്ടിയാ? എല്ലാം പണത്തിനു വേണ്ടിയാ. എല്ലാം പണത്തിനു വേണ്ടിയാ. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എടവണ്ണയിലെ ഒരു മുഹമ്മദിനെ പൊക്കിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ണിക്കമ്മത് എന്ന് വിളിക്കുന്ന മുഹമ്മദിനെ. എന്തിനാ പൊക്കിയത്? അതിനു മുമ്പ് വേറെ ഒരു യുവാവിനെ മലപ്പുറത്ത് വെച്ചിട്ട് പിടിക്കുന്നു. ഈ പിടിക്കുന്നത് ഇവന്റെ കയ്യിൽ കുറച്ച് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ നിനക്ക് എവിടെ നിന്നാണ്? നിയമാനുസൃതമല്ല, നിയമവിധേയമല്ലാത്ത ആയുധങ്ങൾ ഒരു യുവാവ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും? നിനക്ക് എങ്ങനെയാ ആയുധവുമായിട്ട് കൊണ്ടു നടക്കാനുള്ള സൗകര്യം നിനക്ക് ആര് തന്നു? നിനക്ക് എവിടെ നിന്നാണ് ഈ ആയുധം ലഭിച്ചത്? അയാളാണ് എടവണ്ണയിലേക്ക് വിരൽ ചൂണ്ടിയത്. അങ്ങനെയാണ് എടവണ്ണ ഉണ്ണിക്കമ്മതിന്റെ വീട്ടിൽ നിന്ന് വൻ ആയുധ ശേഖരം പിടികൂടുന്നത്. നോക്കുമ്പോ ഈ കേരളത്തെ മുഴുവനും പൊട്ടിച്ച് ചിന്നിച്ചിതറി നാമാവശേഷമാക്കുന്ന രൂപത്തിലുള്ള ആയുധങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒരു സംസ്ഥാനത്തെ മുഴുവനും അഗ്നിയാക്കത്തക്ക രൂപത്തിലുള്ള ആയുധ ശേഖരം എന്തിനെയാള് സൂക്ഷിച്ചു എന്നതൊരു ചോദ്യമാണ്. ഒന്ന്. അടുത്തത്, ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ രാജ്യത്ത് ചേക്കേറിയിട്ട് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഭീകരതകൾ, ഈ പണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി കൂടുതലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ബംഗാളികളാണെന്ന് ഇവർ പറയുന്നു, പക്ഷെ അത് ബംഗ്ലാദേശികളാണ്. അവരെയാണ് കൊണ്ടുവന്ന് നിർത്താറുള്ളത്. അതുകൊണ്ട് തന്നെ യോഗി UP-യിൽ
ബംഗ്ലാദേശികൾ എങ്ങാനും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപത്തിലും അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രാജ്യത്തിന്റെ ലളിതമായിട്ടുള്ള പോക്കിനെ സാരമായി ബാധിക്കുന്നു ഇവർക്ക്. ഇപ്പം ഇലക്ഷനാണ് വരുന്നത്. എത്ര വ്യാജന്മാരെ പൊക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തുകൊണ്ടാണ് ഇവരെ SIR-നെയൊക്കെ ഇങ്ങനെ ഇത്രയധികം ഭയക്കുന്നത്? നമുക്ക് വോട്ടവകാശം ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടുമല്ലോ. എന്തിനാ ഇവര് നമ്മുടെ CAA-യും NPR-നെയൊക്കെ ഇവരെന്തിനാ ഭയപ്പെട്ടത്? ഇത് തന്നെ. ഇസ്ലാമിന്റെ കൊമ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വേറെ എന്തോ. അപ്പോ ബംഗാളികൾ എന്ന വ്യാജേന കേരളത്തിൽ വന്നാൽ അവർക്ക് പൂമാലയിട്ട് സ്വീകരണം കിട്ടും. അവരെ അയ്യോ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അവരെ വാനോളം പൊക്കി ആദരിച്ചു കൊണ്ട് നടക്കും. ഇവിടത്തെ പ്രമുഖ ഇസ്ലാമിക സംഘടനക്കാർ അവർക്ക് നോമ്പുതുറയും ആദരവും നൽകി സ്വീകരിക്കും. യമന്റെ ആളുകളാണല്ലോ, അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ചില പരിഗണനകളുണ്ടാകും. പക്ഷേ യോഗിയാകട്ടെ അവരെ കണ്ടം വഴി ഓടിക്കുമെന്ന് മാത്രമല്ല, യോഗി എടുക്കുന്ന തീരുമാനം എപ്പോഴും രാജ്യത്തിന് ഗുണകരമായി മാറുന്നു എന്ന് പറയാൻ കാരണം അത് ജനാധിപത്യമായതുകൊണ്ടാണ്. ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെയും ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് രാഷ്ട്രമറിയുന്ന, രാഷ്ട്രീയമറിയുന്ന, ഇരിക്കുന്ന കസേരയുടെ മഹത്വവും തന്നിൽ അർപ്പിതമായിരിക്കുന്ന ബാധ്യതകളും അറിയുന്ന ഏതൊരു ഭരണാധികാരിക്കും മനസ്സിലാകും എന്തുകൊണ്ടാണ് യോഗി ഇങ്ങനെ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന്. കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്നതിനായി ഓരോ ജില്ലയിലും താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഉത്തരവിട്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അനധികൃത ബംഗ്ലാദേശി റോഹിംഗ്യൻ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ക്രമസമാധാനം, ദേശീയ സുരക്ഷ, സാമൂഹിക ഐക്യം എന്നിവയ്ക്കാണ് സംസ്ഥാനത്ത് മുൻഗണനയെന്നും ഒരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ജില്ലാ ഭരണകൂടവും അവരുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിയണമെന്നും നിയമങ്ങൾക്കനുസൃതമായി നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ പരിശോധനാ പ്രക്രിയ പൂർത്തിയാക്കുന്നതുവരെ തടങ്കലിൽ പാർപ്പിക്കാനാണ് തീരുമാനം. തടങ്കൽ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്ഥാപിത നടപടിക്രമങ്ങൾ പാലിച്ച് നാട് കടത്തണമെന്നും യോഗി ആദിത്യനാഥ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. NDA സർക്കാർ രൂപീകരിച്ചാൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുകയും അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് ഇന്ത്യയിലെ ദരിദ്രർക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഒറ്റ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 2000-ഓളം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മടക്കി അയച്ചതായി കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞിരുന്നു. രാജ്യത്തെമ്പാടും നടത്തിവന്ന തിരച്ചിലുകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഇത്രയും കുടിയേറ്റക്കാരെ കണ്ടെത്തി മടക്കി അയച്ചതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, മേഘാലയ, അസം എന്നീ സംസ്ഥാനങ്ങളിൽ എത്തിച്ചാണ് ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരികെ അയക്കുന്നത്. ഇതിനു പുറമെ തിരിച്ചു പോകാൻ സ്വയം സന്നദ്ധരായി എത്തുന്നവരും ഉണ്ടായിരുന്നു. പോലീസും മറ്റും കണ്ടെത്തി തിരികെ അയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും ഗുജറാത്തിൽ നിന്നുള്ളവരായിരുന്നു. ദില്ലി, ഹരിയാന, രാജസ്ഥാൻ, അസം, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് തൊട്ടു പിന്നിൽ. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും അവരെ മടക്കി അയക്കാനുമുള്ള പ്രക്രിയ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയം കർശന നിലപാട്. രാജ്യത്തെ ഏത് രൂപത്തിലാണോ ഈ ഭീകരത ബാധിക്കുന്നത് ആ രൂപത്തിൽ അതിന് കടിഞ്ഞാണിടാൻ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി തയ്യാറെടുക്കും. അതിൽ ആർക്കാ പൊള്ളുന്നത്? ഈ ഭീകരന്മാരെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആർക്കാണ്? ഈ രാജ്യത്തിന്റെ അടിത്തറ മാന്തിയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അധികാരം മതി എന്ന് പറഞ്ഞു പിടിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും മതേതരത്വത്തെയും തകർത്തിവിടെ ഭീകരതയെയും ഇസ്ലാമിക തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന് ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും ഇന്ന് തിരിച്ചറിയുന്നുണ്ട്.
എടുത്തതോടെയാണ് നടപടികൾ വേഗം കൂട്ടിയത്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും കണ്ടെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ വ്യോമസേനയുടെ വിമാനത്തിൽ ആദ്യം അതിർത്തി സംസ്ഥാനങ്ങളിൽ എത്തിക്കുകയായിരുന്നു ചെയ്യുക. തുടർന്ന് BSFന് കൈമാറും. പാകിസ്ഥാൻ പോലും അനധികൃതമായി അവരുടെ രാജ്യത്തേക്ക് വന്ന ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ നാടുകടത്തി. എന്തിനാ? ഇവര് വന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് അരാജകത്വം വളർന്നെന്ന്, ക്രിമിനൽ കുറ്റങ്ങൾ വളർന്നെന്ന്, ബലാത്സംഗങ്ങളും കൊള്ളയും കൊലപാതകങ്ങളും കലാപങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളും വളർന്നെന്ന്. അതുകൊണ്ട് അഫ്ഗാനികളെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അയക്കണം. അപ്പൊ ഇവിടെ ആരും കുരച്ച് നമ്മൾ കേട്ടില്ലല്ലോ. ഇവർക്ക് ഭക്ഷണവും അല്പം പണവും നൽകി ബംഗ്ലാദേശിലേക്ക് തന്നെ മടക്കി അയക്കുന്നതാണ് രീതി. അതേസമയം അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നു കയറിയ ബംഗ്ലാദേശി റോഹിംഗ്യകൾ സ്വന്തം രാജ്യത്തിൽ മടങ്ങുന്നതായി റിപ്പോർട്ടുകൾ. അനധികൃത കുടിയേറ്റക്കാരെ ാണ്. ഇതിൽ ഭൂരിഭാഗത്തിന്റെയും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് മമതയെ തൃണമൂൽ കോൺഗ്രസ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SIR പൂർത്തിയാകുന്നതോടെ പിടിക്കപ്പെടുമോ എന്ന പേടിച്ചാണ് ഇവർ കൂട്ടത്തോടെ സ്ഥലം വിടുന്നത്. വോട്ടർ ലിസ്റ്റിന്റെ പ്രത്യേക തീവ്ര പുനഃപരിശോധനയായ SIR നടത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുക എന്നതും കൂടിയാണ്. നോർത്ത് 24 പർഗാനാസ്, മുർഷിദാബാദ്, മാൾഡ ജില്ലകളിലെ അതിർത്തി വഴിയാണ് തിരിച്ചുപോക്ക്. 2 വർഷങ്ങളെ അപേക്ഷിച്ച് സമീപ ദിവസങ്ങളിൽ തിരിച്ചുപോക്ക് ഗണ്യമായി വർദ്ധിച്ചതായി BSF ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. നോർത്ത് 24 പർഗാനാസിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ സാധനങ്ങൾ കുത്തിനിറച്ച ബാഗുകളുമായി ആളുകളുടെ നീണ്ട ക്യൂ തന്നെയുണ്ട്. ഇവരുടെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ ഒരു നിയമത്തിനും കീഴടങ്ങാതെ ഇവർ സുഖസുന്ദരമായ മറ്റൊരു ജീവിതം തേടുവാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം സുലഭമായി കിട്ടുമല്ലേ. ഈ ഇസ്ലാമിക ഭീകരതയെ നേരിടണമെങ്കിൽ യോഗിയുടെ നിയമം തന്നെ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ബംഗ്ലാദേശികൾ സ്വന്തം രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാണല്ലോ ഇവർ ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായിരിക്കും അവരുടെ രാജ്യത്തെ പ്രശ്നം? നമ്മുടെ നമ്പർ 1 കേരളത്തിൽ എങ്ങനെയാണോ ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കാൻ കഴിയുന്നത്, അത്ര സുന്ദരമായിട്ട് ഒരു പക്ഷേ പാകിസ്ഥാനിലും അഫ്ഗാനിലും ബംഗ്ലാദേശിലും പോലും നടക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവുമില്ല. നമ്മുടെ രാജ്യത്തെ ഇസ്ലാമിക ഭീകരത വിഴുങ്ങും 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 എന്ന് പറയുന്നത് വെറുതെയല്ല. ഈ ഭീകരത ഏറിയ തോതിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഘട്ടം ഘട്ടമായിട്ട്. ഇപ്പൊ ഇവര് പറയുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഈ രാജ്യത്തെ ഹൈന്ദവ രാജ്യമാക്കി മാറ്റാൻ പോകുവാണെന്ന്. എവിടെയാ ഹൈന്ദവ രാഷ്ട്രം ഉള്ളത്? ഹിന്ദുക്കളല്ലാത്ത മുഴുവൻ ആളുകളെയും കണ്ടിടത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണോ അവർ? ഈ ലോകം മുഴുവനും ഹൈന്ദവതയ്ക്ക് കീഴിൽ വരണമെന്ന് ഒരു വിശുദ്ധ പുസ്തകവും എടുത്ത് ഒരു കയ്യിൽ വാളുമായി ജയ് ശ്രീറാം വിളിച്ചിട്ട് എവിടെയാണ് ആളുകൾ ഇറങ്ങി നമുക്ക് കണ്ടിട്ടുള്ളത്? ഇസ്ലാമിക ഗ്രന്ഥം പറയുന്നത് പ്രകാരം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇസ്ലാമിക രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുക്കുക എന്നത്. ഒരു മുസ്ലിമും ആ ജിഹാദിൽ നിന്ന്, ആ രക്തസാക്ഷിത്വത്തിൽ നിന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി കാഫിറുകളുടെ കഴുത്തിൽ കത്തിവെക്കാൻ സന്നദ്ധരാകുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്തിനാ? കാഫിറുകളില്ലാത്ത ലോകത്തിനു വേണ്ടി, അമുസ്ലിങ്ങളില്ലാത്ത ഒരു സുദിനം സ്വപ്നം കണ്ടിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. SDPI-യിലൂടെ, PFI-യിലൂടെ, NDF-യിലൂടെ, PDP-യിലൂടെ, സിമിയിലൂടെ ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഇവരെന്താണ് നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്? ഇതിന്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാ? ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ട് ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി കുഴലൂതുന്നവരുടെ അജണ്ടകളാണ് ഇത്തരം സംഘടനകളിലൂടെ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത്.
വാൾ ഉപയോഗിച്ച് ഒരു പരിധി വരെ ഇവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ പരിശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ബംഗ്ലാദേശ്, അഫ്ഗാൻ, പാകിസ്ഥാൻ. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് കുത്തേണ്ടി വന്നില്ല, വാളെടുത്തു. CAA പൗരത്വ ഭേദഗതി വിഷയം വന്നപ്പോൾ പാകിസ്ഥാനിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തേച്ചു മിനുക്കാൻ മടിയില്ല. എന്താ അവരാ പറഞ്ഞു വെച്ചത്? ആദ്യം ഈ ആയുധം അവര് പുറത്തെടുത്ത് കാണിക്കത്തേയുള്ളൂ, പ്രയോഗിക്കില്ല. പിന്നീട് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കി, പ്രവാചകൻ ജീവിച്ച കാലഘട്ടമല്ല ഇത്. ജനങ്ങൾക്ക് കുറച്ചൊക്കെ വെളിവ് വെള്ളിയാഴ്ചയും വന്നു. വാളിനെ ഭയപ്പെടാതെ ചേകനൂരുമാർ എഴുന്നേറ്റ് നിന്ന് ഇസ്ലാമിലെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് പോകാം, ഒഴുക്കിനനുകൂലമായി നീന്താം, എതിരെ ഇപ്പൊ ചെയ്യണ്ട. കാരണം നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വാളെടുത്തത്? നിങ്ങള് സവാദിനെ കൊണ്ട് ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിച്ചത് കൊണ്ടല്ലേ ഇസ്ലാമിലെ തീവ്രതയും ഭീകരതയും ഖുർആനിലെ ചിത്രവധത്തെ സംബന്ധിക്കുന്ന വചനങ്ങളും ഒക്കെ ജനങ്ങൾ അറിഞ്ഞു പോയത്. തൽക്കാലം നമ്മൾ ഇങ്ങനെ മേമ്പൊടിയിട്ട് നിൽക്കണ്ടേ? ഒരു അഭിനയ മികവ് നമ്മൾ തെളിയിക്കണ്ടേ? ഇത് ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയിട്ട് ഇവര് വർഷങ്ങളായിട്ടേ തുടങ്ങിക്കഴിഞ്ഞു ഈ ഭീകരത. ഇതിന്ന് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്നു. ഫ്രാൻസും ജർമ്മനിയും സ്വീഡനും ഒക്കെ ഈ ഭീകരത തിരിച്ചറിഞ്ഞിട്ടാണ് ഇവരെ പുറം കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിക്കുന്നത്. അമേരിക്ക എത്രയോ മുമ്പേ ഇത് തിരിച്ചറിഞ്ഞു. ഏറ്റവും കൂടുതൽ ഇത് തിരിച്ചറിഞ്ഞത് ബൈഡൻ അല്ല, ട്രംപാണ്. അതുകൊണ്ടാണ് ട്രംപിനോട് ഇവർക്ക് ഇത്രയധികം വിരോധം. ഇത് തടയണമെങ്കിൽ ഈ ഗ്രന്ഥം വിചാരണ ചെയ്യണം. എതിരാശയങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ആ ആശയങ്ങളുടെ ആളെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെല്ലാം. ഈ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ആര് എപ്പോൾ എന്ത് എങ്ങനെ എത്ര പരിശ്രമിക്കുന്നു അപ്പോഴെല്ലാം ഇവർ ഇരവാദങ്ങളുമായി വരും. ഇസ്ലാം വേട്ടയാടപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇവർ ഇരവാദവുമായി വരും. ഇതാണ് ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട. ജിഹാദ് എപ്പോഴാണ് പുറത്തെടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഇവർക്കറിയാം. എപ്പോഴാണോ മതേതര ജനാധിപത്യത്തില് നമുക്ക് ഒന്ന് നുഴഞ്ഞു കയറാൻ അവസരം കിട്ടുന്നത്, അപ്പോൾ അവിടെ ഒരു സ്ക്രാച്ച് രൂപത്തിലേക്ക് നമ്മൾ കടക്കണം. ഇസ്ലാമിക രാഷ്ട്രവാദത്തിന്റെ ശത്രു ജനാധിപത്യമല്ല, മത ഇതരത്വമാണ്. അങ്ങനെ എല്ലാ മതവിശ്വാസികളും സുഖസുന്ദരമായിട്ട് ജീവിക്കാനുള്ള രാജ്യമല്ല ഇത്. അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ മിഷൻ 2047 ഡോക്യുമെന്ററി നിങ്ങളൊന്ന് കണ്ടാൽ മതി. ആ ഡോക്യുമെന്റ്സ് ഒന്ന് വായിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് 1991 ഇവർ രൂപീകരിച്ച ബ്രദർഹുഡിന്റെ ആശയം. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അഫ്ഗാനിൽ താലിബാനികൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖിൽ, ഇറാനിൽ, ഈജിപ്തിൽ, ലിബിയയിൽ, സിറിയയിലെല്ലാം നമ്മൾ കാണുന്നത് ഇതേ ആശയം തന്നെയാണ്. ഇനിയെങ്കിലും ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ ഇതിനെതിരെ ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചാവാൻ തയ്യാറായി ഭാണ്ഡങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് വീട്ടിൽ വെച്ചോ. കൂട്ടത്തിൽ കുറച്ച് അരിയും മലരും കുന്തിരിക്കവും കൂടി വെച്ചോ. ചുമ്മാ ഒരു വഴിക്ക് പോകുന്നതല്ലേ, മരണാനന്തര ക്രിയകൾക്കൊന്നും കിട്ടിയില്ല എന്ന് വിഷമിക്കരുതല്ലോ. ഞാൻ മതരഹിതയായതുകൊണ്ട് എനിക്ക് അരി, മലര്, കുന്തിരിക്കം, കർപ്പൂരം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചന്ദനത്തിരി പോലും എനിക്ക് വേണ്ട. ഞാൻ എവിടെ വീണ് ചത്താലും
മെഡിക്കൽ കോളേജുകാർ കൊണ്ടുപോയിക്കോളും. ശവം എവിടെയും കിടന്ന് ചീഞ്ഞു നാറത്തുമില്ല. അപ്പോ ഇവരുടെ ഈ പുതിയ ഇസ്ലാമിക് ടെററിസം, ഇസ്ലാമിക രാഷ്ട്രവാദം നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇവർ ഇന്ന് ചെയ്ത വാർത്തകൾ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ പറയുന്നത് വെറുതെയാണോ അല്ലേ എന്ന് നിങ്ങൾ നോക്കൂ. SDPIക്കാർ ക്ഷേത്രവും ചർച്ചുകളും ലക്ഷ്യം വെച്ചു കഴിഞ്ഞു. ഇനി അവർ ഹിന്ദു നാമധാരികളെ, ക്രിസ്ത്യൻ നാമധാരികളെയൊക്കെ സ്ഥാനാർത്ഥികളായി നിർത്തി ആ കുടുംബത്തിന്റെയും ആ സമുദായത്തിന്റെയും വോട്ട് തട്ടിയെടുത്തിട്ട് അവരുടെ തന്നെ കടകളും വീടുകളും ഇതര സ്ഥാപനങ്ങളും തലകളുമൊക്കെ കൊയ്തു വീഴ്ത്തുന്നത് കണ്ടു തന്നെ അറിഞ്ഞോ? ചിലരെ പറഞ്ഞാൽ മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്, അവര് അനുഭവിച്ച് തന്നെ അറിയണം. തിരുവനന്തപുരത്ത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ശിവക്ഷേത്രത്തിൽ എന്ത് കാര്യം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യമായിട്ട് പ്രവാചകൻ എങ്ങനെയാണോ മക്ക അടക്കി ഭരിച്ചത്, ആ വിഗ്രഹാരാധന കേന്ദ്രമായിരുന്ന കഅബാലയം അടിച്ചു മാറ്റി അവിടെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ തച്ച് തകർത്ത് അവിടെ എങ്ങനെയാണോ അല്ലോഹു എന്ന് പറയുന്ന ഒരു ഗോത്രദേവനെ സ്ഥാപിച്ചത്, അതിനേക്കാൾ മാരകമായിട്ടുള്ള വേർഷനുമായി ഈ കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളിലും അരിയും മലരും കുന്തിരിക്കവുമൊക്കെയായി അവർ ഇറങ്ങിത്തിരിക്കുവാണ്. നോക്കിക്കോ. പ്ലീസ് ജോയിൻ ജനം TV ഡിബേറ്റ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ നല്ല മഴയാണ്. എങ്ങാനും വൈഫൈക്ക് ഒരു പ്രശ്നം വന്നാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോകാത്തതാണ് കേട്ടോ. ഇസ്ലാമിക ഭീകരർ ശിവക്ഷേത്രം പൂട്ടിച്ചു. ആറാലുംമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം. വൻ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തി. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ എന്ന് കാട്ടി SDPI നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭ ക്ഷേത്രത്തിൽ നോട്ടീസ് പതിപ്പിച്ചത്. പുറത്തുനിന്ന് വന്നിട്ടുള്ള 4 SDPI, നമുക്കറിയാമല്ലോ, ഭീകരവാദ സംഘടന. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് നമുക്കറിയാമല്ലോ, മര്യാദയ്ക്ക് ജീവിച്ചില്ലേ, അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI ആണ്. ഈ പരിസരത്തൊന്നും അല്ലാത്ത 4 പേര് വന്ന് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. ഇത് ഏതോ ഒരു മരമാക്രെ വന്നിട്ട് എന്താ പറയുന്നത്, എന്നെ പോലെ ഒരു മുസ്ലിം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഹിന്ദുവും ആക്രമിക്കപ്പെടത്തില്ല എന്നോ? എന്തോ അവനാ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതൊക്കെയോ ഇവൻ നെഞ്ചും പിരിച്ച് ചെന്ന് കയറി കൊടുക്കാത്ത എന്താ? ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ടടാ? അപ്പോ മാടായിപ്പാറയിൽ നടന്നു നീ അറിഞ്ഞില്ല? മാടായിപ്പാറയില് രജ ശ്രീനിവാസനെ വെട്ടിക്കൊന്ന സമയത്ത് നീ എവിടെയായിരുന്നു? എന്തൊരു കോമഡിയാണ് ഇവനൊക്കെ. അല്ല, ഇവൻ നെഞ്ചും പിരിച്ച് ചെന്ന് നിന്നു കൊടുക്കാത്ത എന്താ? ശരി, ഹിന്ദുക്കളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന് നിനക്ക് പറയാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നതിനൊക്കെ ഉത്തരവാദി നീയാണോടാ? നീ ഇറങ്ങി പ്രതികരിച്ചാൽ ഇതൊക്കെ നിൽക്കോടാ. അതുകൊണ്ട് വിവരക്കേടുകൾ ഇവിടെ വന്ന് വല്ലാണ്ട് വിളമ്പാൻ നിൽക്കരുത് കേട്ടോ. സാഹചര്യമുണ്ടായി. അതിനുശേഷം അതിന് തൊട്ട് മുൻവശത്ത്, അതായത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിന് തൊട്ട് മുൻവശത്ത് നഗരസഭാ സെക്രട്ടറി അവിടെ ഒരു നോട്ടീസും പതിച്ചു. ഇത് നഗരസഭയുടെ ഭൂമിയാണ്, അനുവാദമില്ലാതെ ഈ ഭൂമിയിലേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ല, പ്രവേശിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നൊരു നോട്ടീസും പതിക്കുകയും ചെയ്തു. ഇതാണ് നിലവിൽ ഈ ക്ഷേത്രം പൂട്ടുന്നതിന് കാരണമായിട്ടുള്ളത്. വളരെ പാരമ്പര്യമുള്ള ക്ഷേത്രം, പുരാതനമായിട്ടുള്ള ക്ഷേത്രം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരാധന നടന്നിട്ടുള്ള ഒരു സങ്കല്പ ഭൂമി, ഈ സങ്കല്പസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേവപ്രശ്നങ്ങൾ നടക്കുകയും അതിന്റെ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്ന പ്രശ്നത്തിൽ കാണുകയും ആ പ്രശ്നവിധി അനുസരിച്ച് ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടന്ന് വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ ക്ഷേത്രം പൂട്ടുവാനൊരു നീക്കമുണ്ടാകുന്നത്. ക്ഷേത്രം പൂട്ടുന്നത് അതിന് പിന്നിൽ SDPI ആണ് എന്നതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. SDPIയുടെ പ്രവർത്തകർ, SDPI ഭീകരർ അവർ വരികയും നഗരസഭാ സെക്രട്ടറിയെ കാണുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം പൂട്ടുന്ന നിലയിലേക്ക് എത്തി. ആ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രതിഷേധവുമായി എത്തി നാമജപ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രം നഗരസഭ സെക്രട്ടറി തുറക്കുന്നതുവരെ അല്ലെങ്കിൽ ക്ഷേത്രം തുറക്കാൻ അധികൃതർ തയ്യാറാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ഹിന്ദു ഐക്യവേദിയും അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി കെ പ്രഭാകരൻ ചേരുന്നുണ്ട്. SDPI ആണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പരസ്യമാണ്. ഇങ്ങനത്തെ വാർത്താ മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിലേ ഒരിക്കലും ഇതൊന്നും ലോകത്താരും അറിയുമായിരുന്നില്ല കേട്ടോ. കാരണം ജനം ടിവിയും ഷെക്കൈന ന്യൂസും ഒക്കെ ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചു നോക്കാം. ഇത് അടച്ചുപൂട്ടുവാൻ വേണ്ടിയിട്ട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇന്നലെ ഞാൻ നഗരസഭാ സെക്രട്ടറി വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഒരു 4 പേര് വന്നു പരാതി തന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് നടപടിയെടുത്തത്. ഞാൻ ചോദിച്ച സംഘടന ആരാണ്? 2 പ്രാവശ്യം ചോദിച്ച സമയത്താണ് പറഞ്ഞത് അത് പറയില്ല. ഞാൻ പറഞ്ഞു SDPI ആണ്. ആ SDPI കാരാണ് ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്തി, ഭീഷണിയുടെ തരത്തിൽ സംസാരിച്ചു, അങ്ങനെ അടച്ചുപൂട്ടണം. ഞങ്ങൾ തിരക്കിയ സമയത്ത് അവർ ഈ പ്രദേശത്തുള്ളവരല്ല. ആ SDPI കാർ എന്ന് പറയുന്നത് നേരത്തെ ഗോപൻ സ്വാമിയുടെ ആ സമാധിയെ അനുഗതിയായിട്ട് വരുത്തി അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച അതേ ടീമാണ് ഇന്ന് ഈ ശിവക്ഷേത്രത്തെയും തകർക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിന് പുറകിൽ ചില ശുദ്ധശക്തികൾ കൂടെ ഉണ്ട്, രാഷ്ട്രീയ പിന്തുണ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു 80 വർഷത്തിൽ കൂടുതൽ പരിചയ പഴക്കമുള്ള തമ്പുരാൻ ക്ഷേത്രമാണ്, കാവോട് കൂടിയ തമ്പുരാൻ ക്ഷേത്രം. ഇത് ഇവിടെ ചാനൽ വന്നതിന് ശേഷമാണ് ഈ തരത്തിലൊരു സ്ഥലത്തിനൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് ചാനലിന്റെ അക്കരയും ഇക്കരയും. അപ്പൊ ഈ റോഡിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 45 വരുന്ന അനധികൃത കുടിയേറ്റമുണ്ട്. വാഹനം പോകാൻ പറ്റാത്ത തരത്തിൽ അവരെല്ലാവരും അവിടെ വീട് കെട്ടി താമസിക്കുന്നവരുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് ചുറ്റും താമസിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അവർക്ക് ഈ വീട്ടിൽ ഇവിടെ ഈ ക്ഷേത്രമായിട്ട് വിശ്വാസമുണ്ട്. തിരുവാതിര ദിവസം നടത്തുന്ന കഞ്ഞിവീഴ്ത്തിന് അവർ സഹകരിക്കുന്നുണ്ട്, അവർ നേർച്ച നടത്തുന്നുണ്ട്, അവർക്കൊന്നും പ്രശ്നമല്ല. പക്ഷേ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ വഴിമുക്കില് ബാലരാപുരത്തിൽ നിന്ന് വന്നിട്ടുള്ള SDPI ആണ്, അവരാണ് ഇന്ന് ഈ ക്ഷേത്രത്തെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ഭയമാണ്. ഈ പ്രദേശത്ത് വളരെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ. ഈ പരിസരത്ത് 1-2 ഹിന്ദുക്കൾ അവർ പേടിച്ചാൽ ഒരു ദിവസവും നേരം വിളിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തും ആകാം എന്നുള്ള തരത്തിലെ ഒരു ഭീഷണി സ്വരം SDPIയുടെ ഭാഗത്തുനിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നല്ല, അവർ സഹകരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിയമ നടപടി ഈ ഗേറ്റ് അടിയന്തരമായിട്ട് നിയമസഭാ സെക്രട്ടറി നഗരസഭയുടെ സെക്രട്ടറി അടിയന്തരമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് കയറുവാനുള്ള പ്രധാന കവാടത്തെ കൂട്ടിയിരിക്കുന്നത് അത് തുറന്നു ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ മനസ്സിലേക്കിട്ടുള്ള ആ വ്രണത്തെ അത് മാറ്റണം എന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയുവാനുള്ളത്. ഹിന്ദുക്കളോട് മാത്രം നഗരസഭ ഈ അനീതി കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ പുറകിൽ ഇവിടുത്തെ രാഷ്ട്രീയമായിട്ട് ഇന്നത്തെ ഭരണകക്ഷിയുടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അടിയന്തരമായിട്ട് ക്ഷേത്രത്തെ പുനരുദ്ധാരണം തടയപ്പെടുന്നവർക്കെതിരെ അവിടെ നടപടി സ്വീകരിക്കണം. ഈ നഗരസഭാ സെക്രട്ടറി പൂട്ടിയിട്ടുള്ള കൂട്ട് ഇന്ന് തന്നെ അത് തുറക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറാക്കണം. അല്ലാത്ത പക്ഷം ഹിന്ദു ഐക്യവേദിയും ഹൈന്ദവ സംഘടനകളും ചേർന്നുകൊണ്ട് ഇവിടെ ശക്തമായ സമര പരിപാടികളുമായിട്ട് നാളെ മുതൽ മുമ്പോട്ട് പോകണം എന്നാണ് ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ക്ഷേത്രം വെച്ചാരാധന നടന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ? അതെ, കഴിഞ്ഞ 50 വർഷക്കാലമായി നാഗരികത്തറയും തമ്പുരാങ്കാവും ഒക്കെ ആയിട്ട് വെച്ചാരാധന സ്ഥലമാണ്. അതിൽ ഈ കഴിഞ്ഞ 50 വർഷക്കാലമായി വളരെ മതസൗഹാർദ്ദത്തോടു കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്ന ഭൂരിപക്ഷ മുസ്ലിം സഹോദരന്മാരും ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസൗഹാർദ്ദത്തോട് കഴിയുന്ന ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SDPI എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടുന്നതാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കി. നമുക്കറിയാം, പുറമ്പോക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാലരാപുരം തെക്കാപ്പള്ളിയുടെ ഇവിടെ ആ തെക്കാപ്പള്ളി ഇരിക്കുന്നത് ഹൈവേയുടെ പുറത്തോട്ട് തള്ളിക്കൊണ്ടാണ് ഇരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായ കരവന കളിക്കാനുള്ള NH റോഡ് വീതി കൂട്ടാൻ കഴിയാത്തത് കാരണം ഈ തെക്കാപ്പള്ളി അകത്തോട്ട് തള്ളിയിരിക്കുന്നതുകൊണ്ടാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും MLA നഗരസഭാ വിധാനത്തിന്റെയും ഒത്താശയോടെയാണ്. ആദ്യം അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് വരട്ടെ, നമ്മൾ അതിനൊന്നും എതിർപ്പല്ല. അതൊക്കെ ആദ്യം അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് വരട്ടെ. അതിനുശേഷം ഈ പുറമ്പോക്ക് ഭൂമിയാണെന്ന് അവകാശപ്പെടുത്തി. പുറമ്പോക്ക് ഭൂമിയല്ല, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാമനാഥൻ നായർ സാർ എഴുതി കൊടുത്ത സ്ഥലമാണിത്. ഈ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് വച്ചാരാധന നടത്തുന്നതിന് വേണ്ടി ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി ഇത് ആരാധന നടത്തുന്ന സ്ഥലത്ത് ദേശദ്രോഹ സംഘടനയായ SDPI ഇടപെടുന്ന മൂലമാണ് ഒരു മതസൗഹാർദ്ദത്തിന് വിഷയം ഉണ്ടായിട്ടുള്ളത്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത സാഹചര്യത്തിലേക്ക് സമരം സൃഷ്ടിക്കുവാൻ ഹിന്ദുക്ക് കഴിയും എന്ന് മാത്രമാണ് പറയാൻ. അത് തന്നെയാണ്. നാട്ടിൽ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നിയമലംഘനങ്ങൾ നിരവധി കാണാം. ഇപ്പോഴും പല സ്ഥലത്തും നമ്മുടെ റോഡ് വികസനങ്ങളടക്കം തടസ്സം നിൽക്കുന്ന നിയമലംഘനങ്ങൾ നിരവധിയുണ്ട്. അതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നഗരസഭാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഒരു ക്ഷേത്രം പൂട്ടണമെന്ന നിലയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും നേതാക്കളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ക്ഷേത്രം അടച്ചു പൂട്ടുക എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതിന് പിന്നിൽ SDPI പരാതി കൊടുക്കുന്നു. SDPIയുടെ ഭീഷണി വഴങ്ങിക്കൊണ്ടാണ് ഇത്തരം നഗരസഭാ സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ക്ഷേത്രം പൂട്ടുന്ന നിലയിലേക്ക് എത്തിയത്. അത് നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം, അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം, ആ ശിവക്ഷേത്രം പൂട്ടുന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് കാലാകാലങ്ങൾ 80 വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ്. ഈ ക്ഷേത്രം പൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും SDPIക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം SDPIക്കാർ പറഞ്ഞ പറമ്പോക്കെന്ന് പറഞ്ഞിട്ടാണ് SDPIക്കാർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഈ വിഭാഗത്തിരിക്കുന്ന 80ഓളം വീടുകൾ പറമ്പോക്കിലാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല?
നടപടി സ്വീകരിക്കുന്നില്ല. അപ്പൊ ഹിന്ദുക്കളുടെ മേലെ എന്തും ആ. ആകാമെന്നുള്ളൊരു തോന്നല് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ആ ആ കാഴ്ചപ്പാടിനെ അതാണ് നമുക്ക് എതിരെ വരുന്നത് ഹിന്ദുക്കളാണെങ്കിൽ, എതിരെ വരുന്നത് ക്രിസ്ത്യാനികളാണെങ്കിൽ ഞങ്ങൾക്ക് എന്തും എവിടെയും പറ്റും എന്നുള്ള രൂപത്തിലേക്ക് ഇവർ മാറിയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നോ അന്നു മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകൂ. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്, അപ്പോഴായിരിക്കും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ഒക്കെ ലംഘിച്ച് നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുമല്ലോ. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്നിവർ മുദ്രാവാക്യം മുഴക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരല്പവും കൂടി സമയമെടുക്കും. കുഴപ്പമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാം. കാരണം നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി എതിർഭാഗത്ത് ഹിന്ദുക്കളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഇസ്ലാമിക ഭീകരതയുടെ ഇരകളായി നിങ്ങൾ മാറണോ വേണ്ടേ? മുസ്ലിങ്ങൾ എതിരായി വരുമ്പോൾ പ്രതികരിക്കാതെ പേടിച്ച് പഞ്ചപുച്ഛമടക്കി നിന്നതുകൊണ്ടാണ് ഇന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കേണ്ടി വരുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്തായിരുന്നാലും ആ പരിസരവാസികൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. തിരുവനന്തപുരത്ത് ഇസ്ലാമിക ഭീകരരുടെ ഇടപെടൽ ശിവക്ഷേത്രം പൊട്ടിച്ചു. ബാലരാമപുരം ആറാലുമൂട് ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉണ്ടായത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലെന്ന് കാട്ടി SDPIയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറിയാണ് ഗേറ്റ് പൂട്ടി നോട്ടീസ് പതിപ്പിച്ചത്. നടപടിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. ആറാലുമൂട് ചെറിയകുളം ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി താഴിട്ട് പൂട്ടിയത്. നഗരസഭാ ഭൂമിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ച് താഴിട്ട് പൂട്ടി നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. അനുമതി ലംഘിച്ച് ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിലൂടെ നഗരസഭാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി. ഭക്തരുടെ അപേക്ഷ കൈക്കൊള്ളാതെയാണ് സെക്രട്ടറിയുടെ പ്രതികാരം. ഞാൻ തന്നെ ഗേറ്റ് പൂട്ടിയപ്പോൾ ഞാൻ തന്നെ ചെന്ന് കാലിൽ വിടുന്നു. കാലിൽ പൂട്ടല് ഞങ്ങൾക്ക് വരാനുള്ള ഞാൻ പൂട്ടല്ലെന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് മാറിയിരിക്കാൻ വേണം, നമുക്ക് പിന്നെ പൂട്ടണ്ട അമ്മ, ഞങ്ങൾ എന്നാലും നമുക്ക് പോറ്റിയൊക്കെ വരണം കാലത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവന്മാർ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് തള്ളി വിട്ടിട്ട് അവന്മാരങ്ങ് പൂട്ടി. SDPI ഭീഷണിയെ തുടർന്ന് ക്ഷേത്രം പൂട്ടിയെന്നാണ് ക്ഷേത്ര ഭരണസമിതിയും ഭക്തരും വ്യക്തമാക്കുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI ആണ് നഗരസഭയുടെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന പ്രധാന കവാടത്തെ ഗേറ്റിട്ട് പൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി വളരെ മതസൗഹാർദ്ദത്തോടു കൂടി പ്രദേശത്ത് കഴിഞ്ഞിരുന്നതാണ്. ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ സഹോദരന്മാരും ഹിന്ദുക്കളും ഒക്കെ ആയിട്ട് വളരെയധികം മതസൗഹാർദ്ദത്തോട് കഴിഞ്ഞിരുന്ന ഈ പ്രദേശത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ SDPI എന്ന ദേശദ്രോഹ സംഘടനയുടെ ഇടപെടലാണ് ഇത്തരത്തിലൊരു വിഷയം വഷളാക്കി. ഇത് കാലാകാലങ്ങൾ 80 വർഷത്തിലധികമായിട്ട് വെച്ച് ആരാധിച്ചു പോരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ഒരു പ്രധാന ആശ്രയ കേന്ദ്രമാണ്. ഈ ക്ഷേത്രം പൂട്ടുന്നതിലൂടെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരും SDPക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരസഭ ക്ഷേത്രത്തിലേക്കുള്ള ഈ കവാടം 80 വർഷത്തിലധികമായിട്ട് നിത്യാരാധന നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ കവാടം നഗരസഭയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെയാണ് കേരള ക്ഷേത്ര സംസ്കൃതിയും മറ്റ് ഹൈന്ദവ സംഘടനകളോട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിക്കൊപ്പം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും അതിന്റെ ഈ പോരാട്ടത്തിന്റെ അവസാനം വരെയും കേരള ക്ഷേത്ര സംരക്ഷണ ഉണ്ടാവും. 100 വർഷത്തിലേറെ പഴക്കമുള്ള ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായി കനാലിന്റെ മറുകരയിൽ പുനഃപ്രതിഷ്ഠ നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനിയായ രാമനാഥൻ നായർ നൽകിയ ഭൂമിയിലാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഈ ഭൂമിയാണ് നഗരസഭയുടേതെന്ന് ആരോപിച്ച് നോട്ടീസ് നൽകി താഴിട്ട് പൂട്ടിയത്. നടപടി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി. ആരാന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് ആരാന്റെ പറമ്പിൽ കൊണ്ടുപോയി പള്ളി വെച്ചിട്ട് അതിന് വഖഫ് എന്ന ഓമന പേരിട്ടപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഇവിടെ എത്രയാ ജനങ്ങള്. ഞങ്ങൾക്ക് തട്ടിപ്പറിക്കാനും പിടിച്ചെടുക്കാനും അപരന്റേത് അപഹരിച്ചെടുക്കാനും ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിയത്? വഖഫ്, അയ്യോ വഖഫ്
ഏ ഇതിനൊന്നുമെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. ഇനി എങ്ങാനും പ്രതികരിച്ചു പോയാലോ തീർന്നു സംഗതി. അവരെ ഒറ്റപ്പെടുത്തുക. ആരാണ്? അരവിന്ദ് കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ കണ്ടു. അതല്ല, ഒരു മതത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് അരോചകമാണ്. കാരണം ഇസ്ലാം പലതായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ എല്ലാം ഉൾപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ ഒന്നും അറിയാത്ത പലരും കുറ്റക്കാരായി മാറുന്ന അവസ്ഥ. ആ ഒരു കാര്യം ചെയ്, ന്യൂഫാലൻ, നിനക്കിത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, ഇറങ്ങിപ്പോടാ. നിന്നെ ആരാടാ അങ്ങോട്ട് വിളിച്ചത്? ഇസ്ലാമിക ഭീകരത എന്താണെന്നും ഓരോ സംഘടനകളും വേർതിരിച്ചെടുക്കുന്ന ആശയങ്ങൾ എന്താണെന്നും ഈ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നത് ഖുർആനാണെന്നും സർവോപരി ഇസ്ലാം ലോകത്തെ ബാധിച്ച ക്യാൻസർ ആണെന്നും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. പൊള്ളുന്നെങ്കിലേ ഒരു മൂലയ്ക്ക് പോയിരുന്നേ നിന്റെ വട്ടച്ചൊറി ചൊറിഞ്ഞു തീർത്തോ ചെല്ല്. നിന്നെയൊക്കെ ആരെങ്കിലും ഇവിടെ വിളിച്ചോ? നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആശയങ്ങൾ പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എന്റെ അഭിപ്രായം പറയാനായിരിക്കുന്നത്. ചിലക്കാതെ കേട്ടിട്ട് പോടാ, അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ. നിന്നെയൊക്കെ ആരാടാ ഇവിടെ വിളിച്ചത്? ഒരു നാട്ടില്, അതോ ജനാധിപത്യപരമായി മതേതരന്മാർ മാത്രം ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതതീവ്രവാദികൾക്കു മാത്രം ആരാന്റെ സമ്പത്ത് കൈയടക്കി വെക്കാനും സർക്കാരിന്റെ സ്വത്ത് പോലും വഖഫാണ് എന്ന് പറഞ്ഞ് അവകാശം ഉന്നയിച്ച് ചൂണ്ടിയെടുക്കാനും പറ്റുന്ന അവകാശം വേണമെന്ന് ഇവിടെ പറയുമ്പോൾ കൃത്യമായിട്ട് ആധാരമുള്ള ഒരു വ്യക്തി നൽകിയ ഭൂമിയിൽ ഒരു ക്ഷേത്രം വച്ചപ്പോൾ അത് പൂട്ടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക SDPI ഭീകരന്മാര്. അവരെ പറഞ്ഞപ്പോൾ നിനക്ക് കൊള്ളുന്നെങ്കിൽ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരാളും ഈ ലൈവ് കണ്ടിട്ടെങ്കിലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിന്നെ പോലെയുള്ള ഭീകരന്മാരെ ഇവിടെ ആവശ്യമില്ല. നിനക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഇടങ്ങളുണ്ട്, നീ അവിടെ ചെന്നാ മതി. ഇവിടെ വന്നിട്ടേ നിന്റെ താല്പര്യങ്ങളും നിന്റെ അഭിപ്രായങ്ങളും ഒന്നും നീ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കണ്ട. ഞാൻ എന്റെ അഭിപ്രായം പറയാനിരിക്കുന്ന ആളാ. ഇസ്ലാമിക തീവ്രവാദം എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും യാതൊരു മടിയുമില്ല. ഇസ്ലാമിക ഭീകരത ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ്, വൈറസ് ആണ് എന്നത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വേദനയുണ്ടല്ലേ? നോക്കോ, വല്ലാതെ ഭയപ്പെടുത്തുന്ന 2 പ്രസംഗങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷാജൻ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതാണ് ഇന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശിവക്ഷേത്രത്തിൽ SDPIക്കാർ നടപ്പിലാക്കിയത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും പോകണ്ട, ഈ പ്രസംഗം കേട്ടാൽ മതി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ നടത്തിയ പ്രസംഗങ്ങളാണ്. ഒന്ന്, മണ്ണാർക്കാട് ഒരു യോഗത്തിലാണെന്ന് ആ പ്രസംഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. മറ്റത് എവിടെയാണെന്ന് വ്യക്തമല്ല. ഈ 2 പ്രസംഗങ്ങളും വാസ്തവത്തിൽ ചോര തിളപ്പിക്കുന്ന പ്രസംഗങ്ങളാണ്. കാരണം അവരുടെ ഭാഷ, അവരുടെ ആംഗ്യം, അവർ പറയുന്ന വിഷയങ്ങൾ അത് ഭയപ്പെടുത്തുന്നതും കോപമുണ്ടാക്കുന്നതുമാണ്. മണ്ണാർക്കാട് പ്രസംഗം ആദ്യം കേൾക്കുക. ഈ മണ്ണാർക്കാട് പ്രിയപ്പെട്ട RSSകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് പ്രകടനങ്ങൾ നടത്താം, നിങ്ങളുടെ പരിപാടികൾ നടത്താം. പക്ഷേ മധ്യപ്രദേശിലെ പോലെ ഗുജറാത്തിലെ പോലെ ഏതെങ്കിലും പള്ളികൾക്ക് നേരെ കൈ ഉയർന്നാൽ RSSകാരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളണം. കാരണം SDPIയുടെ സംഹാരശേഷി നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഈ കേരളത്തിലും നീ അനുഭവിച്ചറിഞ്ഞവനാണ്. ഓർമ്മയുണ്ടാവും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന SDPIയുടെ സ്ഥാനാർത്ഥികളെ കൂടി നിങ്ങളൊന്ന് കാണണം. കൺവേർട്ട് ചെയ്തിട്ട് പോലും തട്ടമിട്ടിട്ട് അവരുടെ ഹൈന്ദവ ക്രൈസ്തവ നാമം വെച്ച് തന്നെ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് ആരുടെ വോട്ടുകൾ ഇടയ്ക്ക് നിന്നിട്ട് അടിച്ചു മാറ്റാനാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ആ ഭീകരത മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. നോക്കിക്കോ, ഞാൻ അത് തമ്പനയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിരുന്നോ? SDPI ഞാൻ ഇന്നലെ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ ആളുകളുടെയും വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവരെ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. പേരെന്താണ്, തലയിൽ തട്ടമിട്ടിട്ടുണ്ടോ, ഹൈന്ദവ നാമധാരികളെ ഇറക്കി SDPI അവലും മലരും കൊയ്തെടുക്കുന്നതിന് വേണ്ടി
ഒരു അജണ്ടയുമായി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മോഹന വാഗ്ദാനവുമായി ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കൃത്യമായി ഓർമ്മയുണ്ടാവും, മറക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിന്റെ മുഴുവൻ സംഹാരങ്ങളുമായിക്കൊണ്ട് ഈ രാജ്യത്ത്, നീ മുഴുവൻ സംഹാരങ്ങളുമായിക്കൊണ്ട് ഈ രാജ്യത്ത് താണ്ഡവമാടിയ അതേ സ്വരത്തിൽ, അതേ രൂപത്തിൽ, അതേ വേഗത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഡിസംബർ 19, 2019 ഡിസംബർ 18-ാം തീയതി നീ ആലപ്പുഴയുടെ മണ്ണിലും നിന്റെ വിശ്വരൂപമായിക്കൊണ്ട് നീ വന്നു. മറന്ന് കാണില്ല. പക്ഷേ ആ വിശ്വരൂപത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ നൂറുകണക്കിന് പോലീസുകാരും ഹർഷിതാക്കളും ഇറക്കമുള്ള മുഴുവൻ പോലീസുകാരും ഇവിടുത്തെ മുഴുവൻ വിശ്വരൂപങ്ങൾക്കും കാവലിൽ നിന്നും വെറും 9 മണിക്കൂറും 12 മിനിറ്റും 8 സെക്കൻഡിനുമകം ആ വിശ്വരൂപത്തെ ഭസ്മമാക്കിയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ആ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഒരു യഹൂദിയാണ് ഉത്തരേന്ത്യ. ഈ പ്രപഞ്ച സംഹാരതാണ്ഡവമായിക്കൊണ്ട് നീ പഠിച്ച സൃഷ്ടിയും സമത്വവും സ്ഥിതിയും സംഹാരവും ഞങ്ങളെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൃത്യമായിക്കൊണ്ട് അത് ഏത് ഭാഷയിലാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഭാഷയിൽ തന്നെ പറയുന്നു. ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലോ മണ്ണാർക്കാട് പ്രദേശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും അജണ്ടകളുടെ ഭാഗമായിക്കൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, ഇവിടുത്തെ വസ്തുക്കൾക്ക് നേരെ, ഇവിടുത്തെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് നേരെ ഒരു മണി കല്ലെങ്ങാനും എറിഞ്ഞാൽ നിന്റെ മുഴുവൻ സംഹാരദാനവും അവസാനിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴ ഓർത്ത് വെക്കണം, പാലക്കാട് ഓർത്ത് വെക്കണം, എല്ലാ സ്ഥലവും ഓർത്ത് വെച്ചുകൊണ്ട് വേണം നിന്റെ വലത്തെ കൈയോ ഇടത്തെ കൈയോ ഉയർത്താനെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സംഹാരശേഷി നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, മറക്കരുതേ എന്ന് ശക്തമായി പറയുന്നു. കൃത്യമായി പറയുന്നു, SDP-യുടെ പ്രതികാരം എന്ന് പറയുന്നത് 9 മണിക്കൂർ 12 മിനിറ്റ് 8 സെക്കൻഡാണ്. അതായത് ഒരു SDP-കാരനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ, ഒരു തരി മണൽ വാരി എറിഞ്ഞാൽ അവന് ഈ ലോകത്ത് മനസ്സിലായല്ലോ? ഒരു പകല് മുഴുമിക്കില്ലാന്ന്. SDP-കാരനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ 12 മണിക്കൂർ മുഴുമിക്കുന്നതിനു മുമ്പ് അവന്റെ വലത് കൈയോ ഇടത് കൈയോ കഴുത്തോ അവരെടുത്തിരിക്കുമെന്ന്. ഇത് പബ്ലിക്കിലുള്ള പ്രസംഗമാണ്, 4 ചുമരുകൾക്കകത്ത് നിൽക്കുമ്പോഴുള്ള പ്രസംഗമല്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കാരണം അധികാരം വേണം. അധികാരമില്ലാതെ ഇവർക്ക് ഇത്തരം അജണ്ടകളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പാലക്കാടൊന്ന് ഓർത്തുവെച്ചോ നിങ്ങൾ, രഞ്ജിത്ത് ശ്രീനിവാസൻ. ആലപ്പുഴ നിങ്ങളൊന്ന് ഓർത്തുവെച്ചോ, ജോസഫ് മാഷ്. SDP-യുടെ പ്രതികാരം എന്ന് പറയുന്നത് 9 മണിക്കൂർ 12 മിനിറ്റ് 8 സെക്കൻഡാണ്. അതായത് ഒരു SDP-കാരനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ, ഒരു തരി മണൽ വാരി എറിഞ്ഞാൽ അവന് ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം 9 മണിക്കൂർ 12 മിനിറ്റ് 8 സെക്കൻഡ് ആണെന്ന് കൃത്യമായി പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ നടക്കുന്ന പല കൊലപാതകങ്ങളും ആരും അംഗീകരിക്കാൻ തയ്യാറാവില്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. പക്ഷേ SDP അത് തന്റെ അടുത്തോടുകൂടി അംഗീകരിക്കുന്നത്. ഞങ്ങളാണ് കൊന്നത്. നിയമത്തിന് മുൻപിൽ ചെല്ലുമ്പോഴൊക്കെ നിഷേധിക്കുമായിരിക്കും. പക്ഷെ അവർ തന്റെ അടുത്ത് ഞങ്ങളാണ് കൊന്നത്, ഞങ്ങൾ കൊല്ലുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രസംഗം അതിനേക്കാൾ ഭയാനകമാണ്. ഇന്ത്യയിലെ ഒരു പൊന്നാര മക്കളും ചിന്തിക്കേണ്ട, എല്ലാത്തിനും എണ്ണി പ്രതികാരം ചോദിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പിന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സമൂഹത്തിന്റെ നാടിന് വേണ്ടി പുതിയ പള്ളികളാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അടിമേറിട്ട് പറയുകയാണ്, ഇന്ത്യയിലെ പള്ളികൾ തകർത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിം മക്കൾ കൊന്നൊടുക്കിയിട്ട് RSSകാരനും അവന്റെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ RSS കേന്ദ്രങ്ങൾക്ക് ബലി നടത്താൻ പോലും ആളില്ലാതെ ബാക്കിയാക്കി പോകുന്ന പ്രസ്ഥാനമായി RSS പോകും. അതിന് യാതൊരു പേടിയില്ല, അത് യാതൊരു മടിയുമില്ല. നിങ്ങൾ വിചാരിക്കുക അവിടെ മുസ്ലിങ്ങളെ കൊന്നിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ കരച്ചിലല്ല. നാളെ നിങ്ങളെയൊക്കെ സൗകര്യപരമായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ സുരക്ഷിതമായി വീട്ടിൽ വെക്കണമെന്ന താക്കീടാണ് പോപ്പുലറിന്റെ പ്രതിഷേധങ്ങൾ. അല്ലാതെ ഞങ്ങളുടെ വികാരങ്ങളല്ല ഇത്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന RSSനോടും സംഘപരിവാര ഭരണകൂടത്തോടും നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളെ കൊന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സഹോദരന്മാരെ കൊന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഈ രാജ്യത്തിന്റെ മണ്ണിന് പ്രതികാരം ചോദിക്കാതെ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ കോടതികൾ വിചാരണ നടത്താതെ നിങ്ങൾ ആരും കാലങ്ങളിൽ പോകുമെന്ന് അവരെ വിചാരിക്കേണ്ട. ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു രാത്രി RSSന്റെ സംഘപരിവാര ഭരണകൂടം കൊന്നെടുക്കാൻ പോയപ്പോൾ ഏതാണ്ട് 10ഓളം വരുന്ന മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ ഒരു ഡെത്തറിലെ RSSകാരന്റെ ശവശരീരവുമായി തിരിച്ചു പോകേണ്ട ഗതികേട് ഡൽഹിയിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ത്രിപുരയിലും മടിക്കുകയില്ല, അത് കേരളത്തിലും ഉണ്ടാവാതിരിക്കുകയില്ല, അത് ഗുജറാത്തിലും ഉണ്ടാവാതിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അവസാന ബലികർമ്മം പോലും നടത്താൻ അവശേഷിക്കാൻ നിന്റെയൊക്കെ കുടുംബത്തിൽ ഒരു തരി പോലും ബാക്കിയില്ലാത്ത വിധത്തില് ഇന്ത്യയുടെ ജനാധിപത്യം പ്രതികാരം ചെയ്യേണ്ടി വരും. ഈ ജനാധിപത്യ വിശ്വാസം കൊണ്ട് പോപ്പുലർ പ്രതിഷേധങ്ങളെ
ഞങ്ങളെ കണ്ണീരുകളായി ആരും കാണണ്ട, ഞങ്ങളെ വിലാപങ്ങളായി കാണണ്ട. ഇത് താക്കീതുകളാണ്. വരുന്ന താക്കീതുകൾക്ക് എല്ലാത്തിനും പ്രതിഷേധത്തിന്റെ സ്വരമായിരിക്കില്ല, ഈ പ്രകടനത്തിന്റെ രീതിയായിരിക്കില്ല, പ്രസംഗത്തിന്റെ ശൈലിയായിരിക്കില്ല. അതിന്റെ ശൈലികൾ മാറും, അതിന്റെ കോലത്തിന്റെയും രൂപത്തിന്റെയും ഭാവം മാറും. ആ ഭാവം മാറിയാൽ ഇന്ത്യയിലെ RSSകാരന് ഗതികേട് കൊണ്ടോകേണ്ടി വരും. ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ടച്ചുടയ്ക്കാൻ വന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, രാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട്, അന്ന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വന്ന അന്നത്തെ RSSകാരെ അടിച്ചു കൊന്ന് പൊട്ടക്കിഴച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിമറയിട്ട് പറയുന്നു, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ജനാധിപത്യത്തിന്റെ ശക്തികൾ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ RSSകാരോട് ഞങ്ങൾ പറയുന്നു, താക്കീതിന്റെ സ്വരത്തിൽ പറയുന്നു, അന്നത്തെ പൊട്ടക്കണക്കിന് നിങ്ങൾക്ക് വിരലെണ്ണാവുന്ന RSSകാരന്റെ ശവശരീരങ്ങളാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ഇനിയും നിങ്ങളുടെ ശവശരീരങ്ങൾ പൊട്ടക്കണക്കിലേക്ക് തള്ളിവിടണമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറാണ്. ആ പ്രസംഗത്തെ കുറിച്ച് വിശദീകരിക്കാൻ പോലും സാധിക്കുന്നില്ല, അത്രയേറെ ഭയം ജനിക്കുന്നതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും 10 പേരെ കൊന്നിടത്ത് ഞങ്ങൾ 12 പേരെ കൊന്നിട്ടുള്ളൂ, നിങ്ങളുടെയൊക്കെ ശവശരീരം തിരിച്ചെടുക്കാൻ കഴിയില്ല, ബലി അർപ്പിക്കുന്നതിന് ഒരാളും RSSകാരന്റെ വീട്ടിൽ ബാക്കി ഉണ്ടാവില്ല തുടങ്ങിയ ഭയപ്പെടുത്തുന്ന വെല്ലുവിളികൾ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്നല്ലേ? പള്ളി തകർക്കുകയോ മുസ്ലിമിനെ കൊല്ലുകയോ ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ കൂടെ പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുന്നത് വൃത്തികേട്. എവിടെയാണ് പള്ളി തകർത്തിരിക്കുന്നത്? എവിടെയാണ് മുസ്ലിമിനെ കൊന്നിരിക്കുന്നത്? പള്ളി തകർത്താൽ മുസ്ലിമിനെ കൊന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു RSSകാരൻ ജീവൻ എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ ഒരു പള്ളി തകർക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിമിനെ കൊല്ലൂ എന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ്. ഒരിടത്തും മതത്തിന്റെ പേരിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന്റെ പേരിൽ ഇന്ത്യയിലൊരിടത്തും ഗുജറാത്ത് കലാപം അടക്കമുള്ള കലാപങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും, ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോൾ ഗോദ്രയെ കുറിച്ച് നമ്മൾ മറക്കരുത്, അതൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല ആരും ഒരു വംശഗതി എന്ന അടിസ്ഥാനത്തിൽ കത്തിയും എടുത്തുകൊണ്ട് തോക്കെടുത്തുകൊണ്ട് എല്ലാ മുസ്ലിമിനെ കൊന്നെടുക്കാമെന്ന് നമ്മുടെ നാട്ടിൽ ആരും പോകുന്നില്ല. ഒരു പള്ളിയിലേക്കും ആരും കല്ലുവിളക്ക് എറിയുന്നില്ല. അങ്ങനെ ചെയ്യാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭയം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? തീർച്ചയായും SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് എന്ന സന്ദേശം അവർ സ്വയം നൽകുകയാണ്. ഇവിടെ ഭയം. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും പോയി പോകത്തില്ല. മറ്റുള്ളവർക്കും മതേതര വിശ്വാസികൾക്ക് നിർഭയം ഇവിടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില്ലന്മാരായി നിൽക്കുന്നത്, മതേതരത്വത്തിന് തടസ്സമായി വെല്ലുവിളിയായി നിൽക്കുന്നത് SDPI എന്ന ഭീകരതയാണ് എന്നാണ് തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടിച്ചതിലും ഇപ്പോഴിതാ കാസർഗോഡ് നമസ്കാര സന്ദർഭത്തില് ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടി പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നതിലേക്ക് SDPI വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്നതാണ്. നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഭീകരത ഇന്ന് നിങ്ങളെ വിഴുങ്ങുന്ന രൂപത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. ഈ വെറും ഒരു സാമ്പിള് മാത്രമാണ് കാസർഗോഡ് കണ്ടത് വെറും ഒരു സാമ്പിള് മാത്രം. നിങ്ങൾ എല്ലാവരും കൂടി SDPI സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ. എല്ലാം ഹൈന്ദവ നാമങ്ങളാ, വിഷമിക്കാനൊന്നുമില്ല. അവരുടെ സാമുദായിക വോട്ട് പിടിച്ചെടുക്കണ്ടേ, അവരുടെ കുടുംബ വോട്ട് പിടിച്ചെടുക്കണ്ടേ, എന്നിട്ടു വേണ്ടേ അവരുടെ കുതികാലു വെട്ടാൻ ഇറങ്ങി തിരിക്കാൻ. കൺവേർട്ട് ചെയ്ത ആളുകൾ പോലും തലയിൽ മക്കനയിട്ടിട്ട് വച്ചിരിക്കുന്ന പേരെന്താ? മുമ്പ് അവര് ക്രിസ്ത്യാനി ആയിരുന്നപ്പോഴുള്ള പേര്, മുമ്പ് അവര് ഹിന്ദു ആയിരുന്നപ്പോഴുള്ള പേര്. ആ പേര് നോക്കി ഇവർക്ക് വോട്ട് ചെയ്യണം. അതുകൊണ്ട് ഇവരുടെ ചിഹ്നം കാണുമ്പോഴും ഇവരുടെ സ്ഥാനാർത്ഥിയെ കാണുമ്പോഴും ഈ പ്രസംഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോട്ടെ എന്നാണ്. കാരണം ഇവരെ ജയിപ്പിക്കണം, ഇവരെ വിജയിപ്പിക്കണം. എന്നിട്ട് വേണം എല്ലാ ഹിന്ദു ക്രിസ്ത്യൻ വീടുകളിലും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വില കുറയുമ്പോൾ വാങ്ങിച്ചു വയ്ക്കാമല്ലോ. കാസർഗോഡ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടി പോലും നമസ്കാര സമയത്ത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയുന്നത്. ഇപ്പൊ ശിവക്ഷേത്രം പൂട്ടിച്ചത് എന്തിനാ? അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണുള്ളത്, ഹിന്ദുക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ ഒരു ക്ഷേത്രം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അതും കൂടി പിടിച്ചെടുത്ത് എങ്ങനെയെങ്കിലും ഒരു മസ്ജിദാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത്.
സർക്കാരിന് ഉളിയെടുക്കാൻ വരട്ടെ. കാസർഗോഡ് ഉളിയത്തടുക്കയില് ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായിട്ട് അവർ തെരുവില് ഒരു ഫ്ലാഷ് മോബ് നടത്തിയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്കറിയാം മുസ്ലിം പള്ളികളിൽ ജുമ എന്ന് പറയുന്ന പ്രാർത്ഥന നടക്കുന്ന ആ ഒരു സമയമാണ്. ആ സമയത്ത് ഈ പാട്ടും ഡാൻസും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം ചെറുപ്പക്കാര് റോഡിലേക്ക് ഇറങ്ങി സ്ത്രീകളടക്കമുള്ള ആൾക്കാരെ അസഭ്യം പറഞ്ഞു കയ്യേറ്റം ചെയ്തൊക്കെ ഉപദ്രവിച്ചിരിക്കുന്നത്. ഏകദേശം 4 പേര് ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ടെന്ന് ആണ് കേൾക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടോ? അത് എത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. തെളിവാക്കുകൾ പറയുന്നതുകൊണ്ട് മാതൃഭൂമി ചാനൽ അത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് കീ നടക്കി കേൾക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു ജനക്കൂട്ടത്തോട് ഇത്തരത്തിൽ പെരുമാറണമെങ്കിലും പ്രവർത്തിക്കണമെങ്കിലും മതം എത്രത്തോളം തലക്ക് പിടിച്ചിട്ടായിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപ് നമ്മൾ അറിയേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ഇടത് വലത് പാർട്ടികളുടെ വർഗീയപരമായിട്ടുള്ള മാറ്റം, ശരി പറഞ്ഞാൽ ആ മാറ്റം ഇപ്പോൾ ഉണ്ടായതല്ല. ഒരുപാട് മുന്നേ അവരൊരു പാർട്ടിയെ മാത്രം പ്രേരിപ്പിച്ച് തന്നെ ശീലിച്ച ആൾക്കാരാണ്. പക്ഷെ അത് പ്രത്യക്ഷമായിരുന്നില്ല. അത് പുറമേയുള്ള മറ്റു സമുദായക്കാർക്കോ അല്ലെങ്കിൽ മതപരമായി വേർപെട്ട് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാർക്കോ മനസ്സിലായിരുന്നില്ല. BJP എന്ന പാർട്ടി രംഗത്ത് വരുന്നത് വരെ BJP വർഗീയത പടർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിനെതിരെ വരുന്ന ഇല്ലീഗലായ കാര്യങ്ങളിൽ പോലും ഇടതും വലതും പക്ഷം പിടിച്ചു തുടങ്ങിയപ്പോഴാണ് ആദ്യമായി ഈ മാറ്റത്തിന്റെ മണം പൊതുജനങ്ങൾ കടിച്ചത്. അതോടൊപ്പം ഹിന്ദു സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും മുസ്ലിം സമുദായക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവർ കണ്ണടക്കുക കൂടി ചെയ്തതോടെ ഇവരുടെ ഇരുട്ടത്താപ്പ് വെളിച്ചത്തായി. മുനമ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. മുനമ്പം വിഷയത്തിൽ ഈ കേരളത്തിൽ നടന്ന ഏതാണ്ട് നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും കലാപങ്ങളും പ്രതിഷേധങ്ങളും ഇത്തരം വിദ്വേഷ മുദ്രാവാക്യങ്ങളും കൊലകളുടെയും എണ്ണം നിങ്ങളൊന്ന് എടുത്താൽ മതി. ആരാണ് വർഗീയത പറയുന്നത്? ആരാണ് ഭീകരവാദികൾ? ആരാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് തുരങ്കം വയ്ക്കുന്നവർ? ആരാണ് ഇസ്ലാമിക രാഷ്ട്രവാദവുമായി മുമ്പോട്ട് വരുന്നവർ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതറിഞ്ഞിട്ടും പ്രതികരിക്കാൻ സാധിക്കാതെ ഇവരുടെ ഭീകരതയെ കുറിച്ച് തുറന്നു പറയുന്ന ആ സ്ഥലത്ത് നിൽക്കാൻ പോലും സാധിക്കാതെ ഞാനൊരു 916 മതേതരനാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് നമ്മുടെയൊക്കെ ചാനലുകളിൽ നിന്ന് വിരലിൽ ചെവിയും തിരികെ ഓടുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ, വലിയ ഒരു വിഭാഗം ആളുകൾക്ക് നേരം വെളുത്തിട്ടുണ്ട്. ഹിന്ദുക്കൾക്കും അവർക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു പിടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് പറയുന്നു, ഈ തീവ്രവാദികളോട് നിങ്ങൾ മൃദു സമീപനം സ്വീകരിക്കുകയോ ഇവർക്ക് നിങ്ങൾ മാനുഷികമായ പരിഗണന നൽകി ഒരൽപ്പം കാരുണ്യം ഇവരോട് കാണിക്കുകയോ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ തലകളായിരിക്കും അതിന് പ്രതിഫലമായിട്ട് അവര് ചോദിക്കുക എന്നാണ്. ഇത്രയും തുറന്നു പറയാൻ തയ്യാറായി എന്നതാണ് ക്രിസ്ത്യാനികളെ കൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ക്രിസ്ത്യാനികളുടെ മെച്ചം. അന്വേഷിച്ച് ചെന്നാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ കരുതുന്ന ഈ 10-ാം തീയതിയിലെ സ്ഫോടനവും അത് അനുബന്ധ കാര്യങ്ങളുമായിട്ട് കാര്യങ്ങളല്ല. 14-ഉം 15-ഉം തീയതികളിൽ ഉമർ മുഹമ്മദുമായിട്ട് പൊട്ടിത്തെറിച്ച ആളുമായിട്ട് ബന്ധപ്പെട്ട വന്ന് കരുതുന്ന ആളുകളെ പിന്നീട് അറസ്റ്റ് ചെയ്ത ആളുകളെയാണ് വെറുതെ വിട്ടത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഈ വാർത്തയായിട്ടാണ് അവതരിപ്പിച്ചത്. ഇങ്ങനെ മീഡിയ നമ്മുടെ നാട്ടിൽ കണ്ടമാനം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മീഡിയയിൽ ഈ വൈറ്റ് കോളർ ജിഹാദിസം വളരെ നന്നായിട്ട് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള ആനുകാലിക സംഭവങ്ങൾ നമുക്ക് നോക്കി അറിയാം. വരുന്ന വാർത്തകളും അതിനുള്ള പ്രതികരണം മറ്റു കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികളിലും ഇത് തന്നെ നമുക്കറിയാമല്ലോ. ഇലക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ് വോട്ടിന് വേണ്ടിയിട്ട് ഇവര് ഈ തീവ്രവാദ പാർട്ടികളുമായിട്ട് കോalition ഉണ്ടാക്കുന്നത് നമുക്കറിയാം. എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ഒരു പ്രബുദ്ധത നമ്മുടെ കേരളത്തെ രാഷ്ട്രീയക്കാർക്കും ജനങ്ങൾക്കും ഇല്ലാതെ പോകുന്നതുകൊണ്ടാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയക്കാരില്ലാത്തതുകൊണ്ടാണല്ലോ രാഷ്ട്രീയങ്ങൾ ഇങ്ങനെയുള്ള കോalitions ഉണ്ടാക്കുന്നത്. ഈ 2-3 ഉദാഹരണങ്ങൾ പറയാം. 2016 ജമ്മു ആൻഡ് കാശ്മീരിൽ ഊറിയിൽ ഒരു വലിയ ഭീകരാക്രമണം നടന്നു. നമ്മുടെ 19 പട്ടാളക്കാരെ ഈ തീവ്രവാദികൾ വധിച്ചു. അപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അങ്ങനെയാണ് വാർത്ത വന്നത്. സെപ്റ്റംബർ 28-29 തീയതികളിൽ 2016 തന്നെ തീവ്രവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മീഡിയ പറഞ്ഞത് നമ്മുടെ ആളുകള് സെൻട്രൽ ഗവൺമെന്റ് കാട്ടിൽ കൊണ്ട് ബോംബിട്ടിട്ട് പോകുന്നതാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2019 ഫെബ്രുവരി 14 ജമ്മു ആൻഡ് കാശ്മീർ പുൽവാമയില് വലിയ ഒരു ആക്രമണം CRPFന്റെ ഒരു കോൺവോയ് നടത്തി. അതിനകത്ത് 40 CRPF ഭടന്മാര് കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ അന്ന്
ഈ 2019 ഏപ്രിൽ മെയ്യില് ജനറൽ ഇലക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് ആളുകൾ, അത് പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത്, പറഞ്ഞു പരസ്യം എന്താണെന്നറിയാമോ, അത് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ഷന് വേണ്ടി ചെയ്തതെന്നാണ് പറയുന്നത്. ഇങ്ങനെ എല്ലാത്തിനും വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക, അത് അഭ്യസ്തവിദ്യരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ വലിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കരുതുന്ന ആളുകൾ കൂടെ പ്രചരിപ്പിക്കുക എന്നൊരു ശീലം നമ്മുടെ കേരളത്തിലുണ്ട്. 2025 ഏപ്രിൽ മാസത്തിൽ പഹൽഗാമിൽ വലിയ ഭീകരാക്രമണം നടന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. മതം നോക്കി തന്നെ ഇപ്പൊ ഈയിടെയും ഒരാളുടെ പോസ്റ്റ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നത് കേട്ടു, അവിടെ ഒരു മുസ്ലിമിന്റെ പേര് വന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കല്ല അവർ തിരികെയാണ്, മുസ്ലിങ്ങളല്ല ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെ വെള്ളം പൂശുന്ന ആളുകൾ ഇഷ്ടം പോലെ വരും. അവർ തന്നെ വാസ്തവത്തിൽ ഈ വൈറ്റ് കോളറിന്റെ ആളുകളാണെന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാനായിട്ട്. ഈ പഹൽഗാമിൽ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ പല ആളുകളും പറഞ്ഞു നടന്നത് ഒരു കാര്യം, വലിയ കാര്യമായിട്ട് പറഞ്ഞു നടന്നത്, നമ്മുടെ എത്ര ഓപ്പറേഷൻ സിന്ദൂറിന് എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ചെയ്യേണ്ടത്. വേറെ ചിലരുടെ പ്രശ്നം നമ്മുടെ സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളതായിരുന്നു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും അതിനോട് നമ്മൾ എങ്ങനെ ഓരോ തീരുമാനങ്ങൾ പറയുന്നു, നമ്മുടെ കമന്റ് പറയുന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ റെഡ് ഫോർട്ട് ആക്രമണം ഉണ്ടായത് കാര്യം ഓർക്കുക. അത് ഉണ്ടായ അവസരത്തിൽ ഇത് 10-ാം തീയതി, ഈ നവംബർ 10-ാം തീയതി ഉണ്ടാകുന്നത്. പക്ഷേ ബീഹാർ ഇലക്ഷൻസ് 6 മുതൽ 14 വരെ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ അഭ്യസ്തവിദ്യരായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഇലക്ഷന് വേണ്ടി ചെയ്തതാണെന്ന്. ഇങ്ങനെ അതും ഈ പാർട്ടിയിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്ത ആളുകൾ, കേരളത്തിലെ ജനങ്ങൾ ആകമാനം ഇങ്ങനെ ഒരു എന്തോ ഒരു മൂഢതയിൽ ജീവിക്കുന്നവരായിട്ട് മാറി. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോ ഇവിടുത്തെ പ്രശ്നങ്ങളോ ജനത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും അറിയത്തില്ലാതെ എന്തോ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാവുന്ന മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന തീവ്രവാദം വളർന്നു വരാതിരിക്കും. ഇതല്ലേ അതിന്റെ വളർപ്പുള്ള മണ്ണെന്ന് പറയുന്നത്. ആരെയും എന്തും പറഞ്ഞു പറ്റിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു പ്രശ്നമില്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നമ്മൾ കണ്ടതാണ്, അഭിപ്രായം പറഞ്ഞിട്ട് ഈ ജിഹാദികൾ പറയുന്നതനുസരിച്ച് ഇങ്ങനെ മാറി മാറി ആണെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെ ഈ ടെററിസം വളരാതിരിക്കും? നമ്മൾ ജാവേദ് അഹമ്മദ് സിദ്ദിഖി, അതായത് അൽഫല യൂണിവേഴ്സിറ്റി ചാൻസലർ എന്ന് പറയുന്ന ആളാണ്. ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച് തീവ്രവാദം ചെയ്യാൻ വിചാരിക്കണം. അദ്ദേഹത്തിന്റെ സഹോദരനെയും അറസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ വായിച്ചു. NIA അറസ്റ്റ് ചെയ്തു. അവരന്വേഷിച്ചപ്പോൾ ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2015 മുതൽ ഞാൻ മനസ്സിലാക്കുന്നത് 415 കോടി രൂപയാണ് ഈ വെളുപ്പിച്ചെടുത്തത്. എന്നിട്ട് ഇത് മുഴുവൻ തീവ്രവാദത്തിലേക്ക് കടത്തിവിടുകയാണ്. ഇങ്ങനെ കടത്തിവിടുന്ന വൈറ്റ് കോളർ ടെററിസം ഉണ്ടാകുമ്പോൾ അത് വൈറ്റ് കോളർ ടെററിസം അല്ലാതെ എന്താണ് പറയുന്നത്? ഇവര് NISയുടെ അക്രഡിറ്റേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൈസ മേടിക്കുന്നത് ഒരു ഭാഗത്ത്. എന്നിട്ട് ഈ പണം മുഴുവനും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ചെലവഴിക്കുക. ഈയിടെ ഒരു പോസ്റ്റ് കണ്ടു, അതായത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായിട്ടുള്ള മസൂദ് അസർ താന് എലോൺ മസ്കിനെക്കാളും സുക്കർബർഗിനെക്കാളും ഒക്കെ പണം തന്റെ കയ്യിലുണ്ട്, തീവ്രവാദത്തിന് ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടതായിട്ട് നമ്മൾ കണ്ടു. അപ്പോ ഇങ്ങനെ ഈ തീവ്രവാദം ചെയ്യുകയും ഇതിന്റെ കീഴിൽ ഇവിടെ ആളുകൾ, അതെന്തിനാ ഈ പേര് പറയുന്നത്, ഈ പേര് തന്നെ കേൾക്കുന്നതല്ല, ഇവിടെ ആളുകൾ അതിനുവേണ്ടി നിലകൊള്ളുകയും ഇവിടെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ കണ്ടമാനം ഇവിടെ യൂണിഫോം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് അത് മാറ്റാനായിട്ടുള്ള പരിശ്രമം, അത് രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്നു, അത് വൈറ്റ് കോളർ ടെററിസം അല്ലേ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഈ ഒരു നിലപാട് മലയാളികൾക്ക് ഇപ്പോഴും സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ ഒരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്റെ ചോദ്യം ഇതാണ്, NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 977 പേരെ ലിസ്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് അവര് ലിസ്റ്റ് കൊടുത്തിരുന്നു. ഇന്ന് ഈ NIAയും കേന്ദ്രത്തിലെ ശക്തമായിട്ടൊരു ഗവൺമെന്റ് തീവ്രവാദത്തിനെതിരെ നിലകൊണ്ടിരുന്നില്ലെങ്കിൽ ഇതിൽ എത്ര പേര് ഇന്നും ബാക്കി ഉണ്ടായിരുന്നു? ഇവർ ലിസ്റ്റ് എഴുതി കൊടുത്താണല്ലോ. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. പോപ്പുലർ ഫ്രണ്ടുകാരിട്ട ഹിറ്റ് ലിസ്റ്റില് BJP പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ആ ഹിറ്റ് ലിസ്റ്റ് പിടിച്ചെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര പേര് ജീവനോടെ ഉണ്ടാകുമായിരുന്നു? ഒന്നത്. ഡൽഹിയിലെ 2900 കിലോഗ്രാം ഭീകര മരുന്ന് അല്ലെ, സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ 32 കാറുകളിൽ എത്ര മുറിയന്മാർ ഈ നാടിന്റെ ഏതൊക്കെ കോണുകളിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു? ഇത് ഈ രാജ്യത്ത് ഇത്തരം അന്വേഷണ ഏജൻസികൾ ഉള്ളത് കൊണ്ടല്ലേ അതൊക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ യാതൊരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ ഏതോ ഒരു മൂഢലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ മലയാളി അധപ്പതിച്ചു എന്ന് കാണുന്നത് വളരെ ദുഃഖകരമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ അതേ സാധനമാണ്. കാരണം ഇത്രയും എങ്ങനെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നത് ഒരു അധപ്പതിച്ചു പോകുന്നത്, ഇതൊക്കെ ലിസ്റ്റുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ആരെങ്കിലും ഫിക്ഷൻ പറയുന്ന കാര്യങ്ങളല്ലല്ലോ. ഇവിടെ ഒരു സിനിമാതരൻ ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, ആ കാര്യത്തിൽ അറിവുള്ള ഒരാൾ പറഞ്ഞാൽ ഒരു വിലയില്ല. അങ്ങനെ ഒരു സമൂഹമാണ് നമ്മുടെ. ഇന്നത്തെ ഈ പ്രശ്ന കലുഷിതമായ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തില് നമ്മുടെ ഇന്ത്യ സ്വീകരിക്കേണ്ട നിലപാട്, നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് തീവ്രവാദത്തിനെതിരെ എന്തായിരിക്കണം? നമ്മുടെ നിലപാട് എന്താണ്, അതായത് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നമ്മുടെ ഉള്ള രാജ്യസ്നേഹികളുടെ മനസ്സിലുള്ളത് വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം നവംബർ 10-ാം തീയതി 2025 മോസ്കോയിൽ നടന്ന SCO, അതായത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ ഉച്ചകോടിയിൽ തീവ്രവാദത്തിനെതിരെ 0 ടോളറൻസ് എന്ന സന്ദേശമാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി
ശ്രീ എസ് ജയശങ്കർ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്ന് പ്രസംഗത്തിൽ നമുക്ക് നെറ്റിലോട്ട് കേൾക്കാം. ഇന്ത്യ വളരെയധികം ഈ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള സഹായങ്ങൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ തീവ്രവാദത്തിനെതിരെയും വിഘടനവാദത്തിനെതിരെയും എക്സ്ട്രീമിസ്റ്റിനെതിരെയും ഈ രാജ്യങ്ങൾ SCO രാജ്യങ്ങൾ കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടെററിസത്തോട് 0 ടോളറൻസ് ആയിരിക്കും, അതിനുള്ള സമയമായി. അതിനെ ന്യായീകരിക്കാനോ വൈറ്റ് വാഷ് ചെയ്യാനോ അവഗണിക്കാനോ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ ഓരോ ഇന്ത്യക്കാരന്റെ നിലപാടായിട്ടാണ് ഞാൻ വായിക്കുന്നത്. കാരണം ഇതിനോട് യാതൊരുവിധ ന്യായീകരണമോ വൈറ്റ് വാഷ് ചെയ്യലോ അവഗണനയോ പാടില്ല. അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും. ഇന്നത്തെ തീവ്രവാദത്തിനെ രക്ഷിക്കാനായിട്ട് ഇന്നത്തെ ഈ തീവ്രവാദത്തിനെതിരെ ഈ മത തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിച്ചാൽ നാളെ ഭീകരമായിട്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെ. ഇസ്ലാമിക ഭീകരതയോട് അവരുടെ പ്രീണനം ആഗ്രഹിച്ചും അവരുടെ 916 മതേതരത്വം ആഗ്രഹിച്ചും അതല്ലെങ്കിൽ അവരുടെ എതിർപ്പ് സഹിക്കാൻ പറ്റാതെ അയ്യോ എനിക്കിനി ഇവിടെ ജീവിച്ചു പോകണം, അവരെ ഭയന്നും അവരുടെ ഈ തീവ്രവാദത്തോട് അവരുടെ ഈ സമീപനത്തോട് മൃദു സമീപനം സ്വീകരിച്ചാൽ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടു തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര. ഇപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളക്കരയില് എത്ര കണ്ട് പള്ളികളുണ്ട്, എത്ര മസ്ജിദുകളുണ്ട്, എത്ര ദർസുകളുണ്ട്, മതം പഠിപ്പിക്കുന്ന എത്ര ആലയങ്ങളുണ്ട് ഇവിടെ. അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. വളരെ സുരക്ഷിതമായി നിർഭയം കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ, വിശ്വാസികൾക്ക് ആരാധിക്കാൻ, നമസ്കരിക്കാൻ ഒക്കെ പറ്റുന്നുണ്ട്. അവരുടെ ആരാധനകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരുപാട് ആലയങ്ങളുണ്ട്, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ എന്താണ് ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയം കാണുമ്പോൾ, ക്രിസ്ത്യാനികളുടെ ഒരു ആരാധനാലയം കാണുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര വേദന? പൂഞ്ഞാറ് നമ്മൾ കണ്ടില്ലേ, അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിമേടയിലേക്ക് ഇരച്ചു കയറി 18 വയസ്സ് പോലും തികയാത്ത മുറിയൻ കുഞ്ഞുങ്ങൾ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? 18ഓളം പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇവരുടെ പേര് പോലും FIR-ൽ എഴുതാൻ പോലീസുകാരുടെ പേന വിറയ്ക്കുന്നു എന്നാ അനുഭവസ്ഥരായ ആളുകൾ അന്ന് മീഡിയയിൽ വന്ന് പറഞ്ഞത്. ബൈക്ക് റേസ് ചെയ്യുന്നു, കാറ് കൊണ്ടുവരുന്നു, പള്ളിയിലേക്ക് ഇടിച്ചു കയറ്റുന്നു, സഹവൈദികൻ തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു, അവിടെ നിന്ന് തക്ബീറുകൾ മുഴക്കുന്നു. ഇവർക്ക് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും എന്തും പറ്റും എന്ന ഒരു സമീപനം വന്നിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഇന്ന് ഹിന്ദുക്കളെയോ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളെയോ തൊട്ടാൽ ഞങ്ങൾക്കും അറിയാം പ്രതികരിക്കാൻ. ഈ രാജ്യത്ത് നിയമമുണ്ട്, കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട്. ഏതറ്റം വരെയും ഞങ്ങൾ പോകും, അതും ജനാധിപത്യപരമായി തന്നെ എന്ന് പ്രതികരിച്ച് പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ രംഗത്ത് വരുന്നു. ഒരു ക്ഷേത്രത്തിന് SDPI പൂട്ടിട്ടപ്പോൾ ജനങ്ങൾ അത് മിണ്ടാതിരിക്കുന്നില്ല, ഇവരെ ഭയക്കുന്നില്ല. അതെന്തുകൊണ്ട്? ഇതിന് മിണ്ടാതിരുന്നാൽ കേരളത്തിൽ ഇനിയും ഹിന്ദുക്കൾക്ക് ആരാധിക്കാൻ ഒറ്റ ക്ഷേത്രം പോലും ഇല്ലാതാകും എന്ന ഭയം അവരിൽ ഉണ്ടായി കഴിഞ്ഞു. റിപ്പോർട്ട്സ് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കിടക്കുന്നത്. SDPI ഭീകരത ക്ഷേത്രങ്ങളോടും. തിരുവനന്തപുരത്തെ ഇസ്ലാമിക ഭീകരം ശിവക്ഷേത്രം പൂട്ടി. ആറാളുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിന് നേരെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഈ അതിക്രമം. വൻ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിൽ എന്ന് കാട്ടി SDPI നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നഗരസഭ ക്ഷേത്രത്തിൽ നോട്ടീസ് പതിപ്പിച്ചത്. പുറത്തുനിന്ന് വന്നിട്ടുള്ള 4 SDPI നമ്മുടെ നമുക്കറിയാമല്ലോ ഭീകരവാദ സംഘടന. ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുഖത്ത് നോക്കിയിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ച് നമുക്കറിയാമല്ലോ, മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലേ, അവിലും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ ഇതാ വരുന്നു എന്ന് പറഞ്ഞ ആ ഭീകരവാദ. നിങ്ങൾ ഈ മുദ്രാവാക്യം മറന്നു തുടങ്ങുമ്പോഴെല്ലാം നിങ്ങളെ ഈ മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കും, സൂക്ഷിച്ചോ. അതെ,
ഇനിയും ഇവരെ ഭയന്ന് മിണ്ടാതിരുന്നാൽ അനിക് സ്പ്രേയുടെ പരസ്യം പോലെയായി പോകും നിങ്ങൾ. അതുകൊണ്ടാണ് ജയശങ്കർ സർ പറഞ്ഞത്, ഇസ്ലാമിക തീവ്രവാദത്തോട് 0% പോലും ടോളറൻസ്. കണ്ടില്ലേ, ഇവരോട് നമ്മൾ മൃദു സമീപനം സ്വീകരിച്ച് മിണ്ടാതിരുന്നാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. സവാദിന്റെ വിഷയം കണ്ടില്ലേ, ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെടുത്തപ്പോൾ മിണ്ടാതിരുന്ന അദ്ദേഹത്തെ വേട്ടയാടുന്നതിനു വേണ്ടി ഇസ്ലാമിക ഭീകരർക്ക് എറിഞ്ഞുകൊടുത്ത സഭ ഇന്ന് പ്രതികരിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുക. ഈ പ്രായശ്ചിത്തം എത്രമേൽ ഫലത്തിൽ വരുമെന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും അവർ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ആരായിരുന്നു സവാദിന് വേണ്ടുന്ന തണലൊരുക്കിയത്? കോടികൾ വാഗ്ദാനം ചെയ്തതും അവനെ കണ്ണൂര് സേഫായിട്ടൊരു നിർഭയം ജീവിക്കത്തക്ക രൂപത്തിൽ ഒരു ഷെൽട്ടറും ഒരു പെണ്ണും 2 കുഞ്ഞുങ്ങളും വീടും സ്ഥലവും പണവും ഒക്കെ നൽകി ഇയാൾക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ ചെയ്തത് ആരായിരുന്നു? നമസ്കാരം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനെ അറിയാത്തവർ കേരളത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ജോസഫ് മാഷ് നിർമ്മിച്ച അല്ലെങ്കിൽ എഴുതിയ ഒരു ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പർ പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യമുണ്ടാക്കി. ആ ചോദ്യത്തിൽ മുഹമ്മദ് എന്നോ മറ്റോ ഒരു പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീകരവാദികൾ, കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദികൾ ഈ തോമസ് മാഷിനെ ശിക്ഷ നടപ്പിലാക്കിയത്. അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു. കേവലം കൈവെട്ടി മാറ്റുക മാത്രമായിരുന്നില്ല, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുണ്ടായി. അന്ന് നമ്മുടെ കേരളം ഈ ജിഹാദികളുടെ ഒപ്പമായിരുന്നു. ഈ ജിഹാദികൾ ആരാണ് എന്നറിയാൻ കഴിയാതെ നമ്മുടെ ഈ സാക്ഷര കേരളം അവരോടൊപ്പമായിരുന്നു. പക്ഷേ മെല്ലെ മെല്ലെ നമ്മുടെ കേരളവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വലിയ കരങ്ങളുണ്ട്. ആ കരങ്ങളാണ് ജോസഫ് മാഷിന്റെ കരങ്ങളെ വെട്ടിമാറ്റിയത്. ജോസഫ് മാഷിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അംഗഭംഗമില്ലാതെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഭീകരവാദികൾ അദ്ദേഹത്തിന് മതനിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ശിക്ഷ വിധിക്കുകയായിരുന്നു. ആ കേസിൽ, അതൊരു പക്ക തീവ്രവാദ കേസാണ്. ആ കേസിൽ ഈ അടുത്ത കാലത്താണ് 55 പ്രതികളോ മറ്റോ ഉണ്ടായിരുന്നു. അതിൽ 2 ഘട്ടങ്ങളിലായി 24 പേർ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള സവാദിനെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. കേരള പോലീസിനൊന്നും 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. 14 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നും ഈ പറയുന്ന 1-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസിയായ NIA പോയിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം വളരെ കൃത്യമായ കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ നടന്നിരുന്നു. ആ കസ്റ്റോഡിയൽ ഇന്ററോഗേഷനിൽ കൃത്യമായ വിവരങ്ങൾ ഈ കേസിനെ കുറിച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിൽ പ്രതിപട്ടികയിൽ ഉള്ളവരും ശിക്ഷിക്കപ്പെട്ടവരും മാത്രമല്ല, ഈ കേസിൽ ഈ അക്രമം നടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയ നിരവധി ആളുകൾ ഇനിയും പുറത്തുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ NIA നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് പുനരന്വേഷിക്കാനുള്ള ഒരു അപേക്ഷ NIA കോടതിയിൽ സമർപ്പിക്കുന്നു. ആ അപേക്ഷയ്ക്ക് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുകയുമാണ്. അതായത് 1-ാം പ്രതിയായിട്ടുള്ള സവാദ് പിടിയിലാകുന്നു. 14 വർഷം കേരളത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുന്നു. ഇയാൾക്ക് ഒളിച്ചു താമസിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഇപ്പോൾ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി, പോപ്പുലർ ഫ്രണ്ടിന്റെ പുറത്തുള്ള പ്രവർത്തകരുടെ സഹായത്തോടു കൂടി, ഈ ഭീകരന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഇയാൾ ഊരും പേരും അറിയാതെ കേരള പോലീസിനെ പോലും വെട്ടിച്ചുകൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ ഇയാളെ 14 വർഷം ഒളിപ്പിച്ചു വെച്ചത് ആരാണ്? ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചവർക്ക് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസുമായി ബന്ധമുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിനാണ് ഇപ്പോൾ NIAക്ക് കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഭീകരന്മാരെ പിടികൂടുന്നതിനു വേണ്ടി രാജ്യം സ്വീകരിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള നടപടികൾ, നിലപാടുകൾ വളരെ കർക്കശമാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോ വർഗീയ ലഹളയ്ക്ക് ശ്രമിച്ച ഒരു SDPIക്കാരനെ അറസ്റ്റ് ചെയ്ത വാർത്തയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അതായത് ഇവർക്ക് എവിടെയായിരുന്നാലും ശരി, ഇവർക്ക് എന്തൊക്കെയോ ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം, ഭയപ്പെടുത്തണം. കാസർകോട്ട് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ SDPI പ്രവർത്തകർ കസ്റ്റഡിയിൽ. പ്രതികൾ സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചെന്ന് FIR-ൽ പറയുന്നു. ജുമാ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോധവൽക്കരണ പരിപാടി SDPI പ്രവർത്തകർ തടഞ്ഞത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷനും ശുചിത്വ മിഷനും സംയുക്തമായ ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്
തെറിവിളിയും തമ്മിലടിയുമാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഈ കാസർഗോഡ് മധൂർ പഞ്ചായത്തിലാണ് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരർ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിത ചട്ടം പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബശ്രീ മിഷനും ഹരിത മിഷനും ചേർന്നുള്ള ഒരു ക്യാമ്പയിനാണ് അവിടെ നടന്നത്. അതിനെതിരെയാണ് നിസ്കാര സമയത്ത് ഇത്തരത്തിൽ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് 50ഓളം വരുന്ന SDPI പ്രവർത്തകർ വർഗീയ ലഹള ഉണ്ടാക്കാൻ ബോധപൂർവം അവിടെ ശ്രമം നടത്തിയത്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? നീലിമ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മദ്ദൂർ പഞ്ചായത്തിലെ ഉളിയത്തടുക്ക എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് ഒരു കൂട്ടം ആളുകൾ, കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകളാണ് ഇത്തരത്തിൽ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയത്. ഒരു വർഗീയ കലാപത്തിനുള്ള ഒരു നീക്കമാണ് കാസർഗോഡ് ജില്ലയിലെ മദ്ദൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ശുചിത്വ മിഷന്റെ കീഴിലാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പ്രധാനപ്പെട്ട കവലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ ഹരിത ചട്ടവുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. ഈ പരിപാടി നടക്കുമ്പോഴാണ് തൊട്ടടുത്തുനിന്നും ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി വന്ന് ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഹിന്ദുക്കളാണ്, ഇവിടെ പരിപാടി നടത്താൻ സമ്മതിക്കില്ല, നിങ്ങളുടെ ജുമാ നമസ്കാരം തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്, നിങ്ങൾ ഒരു കൂട്ടം ഹിന്ദുക്കൾ വന്ന് ഇവിടെ പരിപാടി നടത്തിയാൽ അത് ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഇക്കാര്യം തന്നെ FIR അടക്കം കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ പരിപാടി തടസ്സപ്പെടുത്തുകയായിരുന്നു. അതായത് സർക്കാരിന്റെ അടക്കം സ്ത്രീകൾ അടക്കം പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ഇങ്ങനെ വലിയ രീതിയിൽ അലങ്കോലപ്പെടുത്താനും അതുവഴി വർഗീയ കലാപത്തിനും വർഗീയ ഗൂഢാലോചന നടത്തി ഇത്തരത്തിലുള്ള ഒരു കലാപം സൃഷ്ടിക്കുവേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിരിക്കുന്നത്. ഏകദേശം 50ഓളം ആളുകളാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പോലീസിന് അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം പോലീസ് FIR ഇട്ടിട്ടുണ്ട്. നിലവിൽ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പേരും SDPI പ്രവർത്തകരാണ്. മറ്റുള്ളവർക്കെതിരെ നടപടികളുമായി നിലവിൽ പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടെ മധൂർ പഞ്ചായത്തിലെ ഉളിയത്തടുക്ക എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ ആയിരുന്നില്ല, അതിന് തൊട്ട് പുറത്ത് ഉള്ള മറ്റൊരു ഭാഗത്ത് റോഡ് സൈഡിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ശുചിത്വ മിഷൻ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടമായി തന്നെ പള്ളിക്ക് സമീപത്തൊന്നും അതോടൊപ്പം തന്നെ ഇത്തരം സമീപകാല സംഭവങ്ങൾ ഒരു പക്ഷേ ഈ രാജ്യം നേരിടുന്ന മതഭീകരതയുടെ ആധിക്യം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. 1. 2, എന്നോ ഇത് പട്ടാള ഭരണം വേണ്ടുന്ന ഒരു സംസ്ഥാനമായി മാറേണ്ടുന്ന സാഹചര്യമുണ്ട്. കേരളം കേന്ദ്രഭരണ പ്രദേശമാക്കാൻ ഒരു പക്ഷേ SDPIക്കാരുടെയും ഇത്തരം മതഭീകരവാദികളുടെയും ഇത്തരം സമീപനങ്ങൾ വഴിതെളിക്കട്ടെ എന്നാ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നല്ല മഴയുണ്ട്.